ഹല്ലേലൂയ. വലിയവനായ ദൈവത്തിന് ഇന്ന് രാത്രികാലം നന്ദി അർപ്പിക്കുന്നു, സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം ഇന്ന് രാത്രികാലം നമ്മെ ആരാധിപ്പാനിടയാക്കിയല്ലോ, പ്രാർത്ഥിക്കുവാനിടയാക്കിയല്ലോ. സ്തോത്രം. ഉപവാസ പ്രാർത്ഥനയുടെ 16-ാം രാത്രികാലം കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ശ്രേഷ്ഠ ദേവദാസിമാർ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ശേഷാൽ ഈ പ്രയർ ഗ്രൂപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രിയ മിനിസിസ്റ്ററിനും എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലുള്ള പ്രാർത്ഥനകളിലൊക്കെ ഇടയ്ക്കൊന്ന് കയറുവാനൊക്കെ എനിക്ക് ഒന്ന് കയറി ഇറങ്ങിപ്പോകാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. കാരണം ഈ ഓൺലൈൻ മീറ്റിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട്, പ്രെയറൊക്കെ നടക്കുന്നത് കൊണ്ട് കംപ്ലീറ്റ് എനിക്ക് എല്ലാ സമയവും ഇരിക്കുവാൻ കഴിയുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രാത്രികാല ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവജനത്തിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശേഷാൽ ഞങ്ങളുടെ പ്രിയ മിനിസിസ്റ്റർ ഈ 21 days ഫാസ്റ്റിങ്ങിലാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസിയെ കർത്താവ് ബലപ്പെടുത്തുന്നത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവമായ കർത്താവിൻ്റെ വലിയ കൃപ, വലിയ സാന്നിധ്യം, തന്നോട് കൂടെ ഇരുന്ന് കർത്താവ് തന്നെ മാനിക്കുന്ന കൃപകൾക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരോട് ചേർന്ന് കർത്താവിനെ സ്തുതിപ്പാൻ കർത്താവിടെയാക്കിയതിന് നന്ദി അർപ്പിക്കുന്നു, സ്തോത്രം അർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഈ രാത്രികാല ദൈവസന്നിധിയിൽ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ദൈവവചന ചിന്തയ്ക്കായി നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. മുന്നമേ പാട്ടുപാടിയ പ്രിയ ജോയൽ മോനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പ്രിയ പൈതന് ദൈവസന്നിധിയിലെ നന്ദി അർപ്പിക്കുന്നു, സ്തോത്രം. തുടർന്നും ശക്തമായി കൊയറൊക്കെ ലീഡ് ചെയ്യുവാൻ തക്കോണം നല്ലൊരു വർഷിപ്പ് ലീഡറായി മാറുവാൻ സർവശക്തൻ പ്രിയ പൈതനെ അഭിഷേകത്താൽ ശക്തിയാൽ നിറയ്ക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഈ തലമുറയിലെ കർത്താവിന് വേണ്ടി ശക്തമേറിയൊരു ശുശ്രൂഷ ചെയ്തെടുക്കുവാൻ പ്രിയ പൈതനെ കർത്താവ് അഭിഷേകം ചെയ്യുമാറാകട്ടെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായി തിരുവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം. സ്തോത്രം. യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എനിക്ക് ഒരു അനുഗ്രഹം തരേണം, നീ എന്നെ തെക്കേ ദേശത്തേക്കല്ലോ കൊടുത്തിരിക്കുന്നത്, നീരുറവകളെയും കൂടെ എനിക്ക് തരേണമെന്ന് അവൾ ഉത്തരം പറഞ്ഞു. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് കാലേബിന്റെ മകളായ അക്സ വന്ന് തൻ്റെ പിതാവായ കാലേബിനോട് പറയാണ്, എനിക്കൊരു അനുഗ്രഹം തരേണം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം ദൈവസന്നിധിയിൽ ഇരിക്കുന്ന നാം എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരനുഗ്രഹം. പ്രൈസ് ദി ലോർഡ്. ഒരനുഗ്രഹം പ്രതീക്ഷിക്കാത്ത ആരും ഇന്ന് ഇവിടെ ഇരിപ്പില്ല. സ്തോത്ര. ഹല്ലേലൂയ. എല്ലാവരുടെയും ആഗ്രഹം ഒരനുഗ്രഹം കിട്ടണം എന്നുള്ളതാണ്. കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്ന, കർത്താവേ എനിക്ക് ഇന്ന് ഒരു അനുഗ്രഹം, ഈ 16-ാം രാത്രി എങ്കിലും എനിക്കൊരു അനുഗ്രഹം തരണം കർത്താവേ, ഈ 21 തീരുന്നതിന് മുൻപായി എനിക്കൊരു അനുഗ്രഹം തരണം കർത്താവേ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്കൊരു അനുഗ്രഹം തരണം കർത്താവേ, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഉപവസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഞാൻ അങ്ങയുടെ സന്നിധിയിൽ കരയുന്നു, ഇടവിൽ നിൽക്കുന്നു. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമാറാകണമേ, കർത്താവ് എനിക്ക് വേണ്ടി ഒരു അതിശയം പ്രവർത്തിക്കുമാറാകണമേ എന്ന് ദൈവസന്നിധിയിൽ ആർത്തിയോടെ ആയിരിക്കുന്ന ദൈവപൈതലേ, ആമേ, നമുക്ക് കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കാം, മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. ഹല്ലേലൂയ. കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കാം. ഹല്ലേലൂയ. ആമേ. നമ്മുടെ ആരാധനയുടെ നടുവിൽ കർത്താവിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി
ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നാം ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവത്തിന്റെ വലിയ അനുഗ്രഹം നാം അറിയാതെ നമ്മുടെ മേൽ പകരപ്പെടുവാനിടയായി തീരും. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ ആമേ പ്രതീക്ഷിച്ചിരിക്കുക, എപ്പോഴാണ് എൻ്റെ മേൽ അനുഗ്രഹം വരുന്നത്, ഏത് സമയത്താണ് വരുന്നത്? ദേവദാസൻ എൻ്റെ ശിരസിൽ വന്ന് കൈവെക്കുമ്പോഴാണോ, ഞാൻ വചനം കേൾക്കുമ്പോഴാണോ, പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴാണോ, ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോഴാണോ, എപ്പോഴാണ് എനിക്ക് അനുഗ്രഹം വരുന്നത്? അല്ല, ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോഴാണോ, എൻ്റെ കണ്ണുനീര് കവൽത്തടങ്ങളിൽ കൂടി ഒഴുകി ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണോ, ഏത് സമയത്താണ് എനിക്ക് അനുഗ്രഹം വരുന്നതെന്ന് നാം ഓരോരുത്തരും പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ദൈവപൈതലേ, നാം കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ, കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ ഹൃദയം കർത്താവിന്റെ തിരുസന്നിധിയിൽ പകരുമ്പോൾ, ആമേ, കർത്താവിൽ നിന്നുള്ള വിടുതൽ, കർത്താവിൽ നിന്നുള്ള അനുഗ്രഹം നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ സ്വർഗം പകരുവാനിടയായി തീരും. എത്ര പേര് വിശ്വസിക്കുന്നു ഇന്ന് രാത്രികാലം ആ അനുഗ്രഹം എന്റെ കുടുംബത്തിൽ കടന്നു വരും, ആ അനുഗ്രഹം എന്റെ തലമുറയിൽ കടന്നു വരും, ആ അനുഗ്രഹം എന്റെ ദേശത്ത് കടന്നു വരുമെന്ന്. സ്തോത്ര. ഹല്ലേലൂയ. റിബല ഹന്തല ജുബന ഹസ്തന പ്രൗഢബലദറബല റീബൽ ഘടക ജീവനഗസൽ പ്രൗഢബറബറബറ ഷൈഡബ. ഹല്ലേലൂയ. പ്രിയരേ, ഇന്ന് രാത്രികാലം ദൈവസന്നിധിയില ആമേ നമ്മൾ ആഗ്രഹിക്കുന്ന ഹല്ലേലൂയ ഒരനുഗ്രഹം. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. എനിക്കറിയാം, ചിലപ്പോഴൊക്കെ ചിലരോടൊക്കെ പ്രാർത്ഥിച്ച് വിഷയങ്ങളൊക്കെ പറയുമ്പോൾ അവർ ചോദിക്കും, സിസ്റ്ററെ അങ്ങനെയല്ല ഇങ്ങനെ ലഭിക്കുമോ അനുഗ്രഹം? സ്തോത്രം. കാരണം എന്നാ, നമ്മൾ ഒരു ഐഡിയ കണ്ടിട്ടുണ്ട്, ഇന്ന രീതിയിൽ അനുഗ്രഹം നമ്മളിലേക്ക് വരുമെന്ന നമ്മളൊരു ഐഡിയ കണ്ടിട്ടുണ്ട്. അതിന് പ്രകാരം അനുഗ്രഹം വരുമോ എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ ദൈവം അങ്ങനെ അല്ല അനുഗ്രഹം തരുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതപ്രകാരം, ദൈവത്തിന്റെ പദ്ധതി പ്രകാരമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് അനുഗ്രഹം പകരുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടില്ല. സ്തോത്ര. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം ഒരുക്കിയിരിക്കുന്ന നന്മ, ആമേൻ, എത്ര ശ്രേഷ്ഠമാണ് ദൈവപൈതലേ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിരിക്കുന്നത്. ഉപവാസത്തോടെ, പ്രാർത്ഥനയോടെ, കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ദൈവപൈതലേ, നമുക്ക് വേണ്ടി സർവശക്തനായ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന നന്മ എത്ര ശ്രേഷ്ഠമാണെന്ന് അറിയാമോ? എത്ര ശ്രേഷ്ഠമാണ്. ആമേ, മറ്റുള്ളവർ ഹല്ലേലൂയ ആരും വിചാരിക്കുന്ന പോലെ അല്ല. സ്തോത്രം. പലരും നമ്മളെ നിന്ദിക്കുന്നവരുണ്ടായിരിക്കാം, പരിഹസിക്കുന്നവരുണ്ടായിരിക്കാം. എന്തുവാ എന്ന് ഒരു പ്രാർത്ഥനയെന്നും പറഞ്ഞ് ഇങ്ങനെ കയറിയിരിക്കുന്നത്. ആമേൻ. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. സ്തോത്രം. ഈ പ്രാർത്ഥന, ഈ ഇരിപ്പ് ഒന്ന്. ഹല്ലേലൂയ. ആമേ, പലരുടെയും നിന്ന കേട്ടിട്ട, പലരുടെയും നിന്ന സഹിച്ചൊക്കെ ആമേൻ ഹല്ലേലൂയ ഹെഡ്ഫോണൊക്കെ വെച്ചായിരിക്കും പലരും കയറിയിരിക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. എങ്കിൽ സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി ഒരനുഗ്രഹം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആമേൻ. യേശു വന്ന അപ്പനോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്പാ എനിക്കൊരു അനുഗ്രഹം വെച്ചിട്ടില്ലയോ? ഹല്ലേലൂയ. എനിക്കൊരു അനുഗ്രഹം വെച്ചിട്ടില്ലയോ അപ്പാ? ഹല്ലേലൂയ. യേശു ഓടിപ്പോയി വേട്ടയിറച്ചിയൊക്കെ കൊണ്ടുവന്നു. അപ്പം പറഞ്ഞു, ഇസാക്ക് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? മോനെ, ഞാൻ നിന്നെ അനുഗ്രഹിക്കട്ടെ മോനെ, നീ പോയി വേട്ടയിറച്ചിയൊക്കെ കൊണ്ടുവാ, ഞാൻ അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിച്ചിട്ട് വേണം എനിക്ക് മരിക്കാൻ. ഹല്ലേലൂയ. ആമേൻ. യേശു ഓടിപ്പോയി വേട്ടയിറച്ചിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന് പാചകം ചെയ്ത് അപ്പൻ്റെ അടുക്കെ വന്നപ്പോൾ അപ്പം പറയുക, മോനെ, അനുഗ്രഹം പോയടാ. സ്തോത്ര. ഹല്ലേലൂയ. അനുഗ്രഹം പോയി. ഹല്ലേലൂയ. അനുഗ്രഹം ആരും കൊണ്ടുപോയി? യാക്കോബ് കൊണ്ടുപോയി. സ്തോത്ര. ഹല്ലേലൂയ. അമ്മ അത് തന്ത്രപൂർവ്വ യാക്കോബിലേക്ക് അത് പകർന്നു കൊടുക്കുവാനിടയായി തീർന്നു. സ്തോത്ര. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ, ഇസഹാക്കിനെ പോലെ ഒരു പിതാവിനെ അല്ല നമ്മൾ സേവിക്കുന്നതാ. മകളെ, നിന്റെ അനുഗ്രഹം വേറൊരാൾ കൊണ്ടുപോയെന്ന് പറയുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്, നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. അപ്രകാരം ഒരു ദൈവത്തെ അല്ല. ഹല്ലേലൂയ. നീ വരാൻ താമസിച്ചത് കൊണ്ട്, നീ ലേറ്റായി പോയത് കൊണ്ട്, നിന്റെ അനുഗ്രഹം ഞാൻ വേറൊരു വ്യക്തിക്ക് കൊടുത്തു എന്ന് പറയുന്ന ഒരപ്പനല്ല നമ്മുടെ അപ്പൻ. ഹല്ലേലൂയ. ആ അപ്പൻ ഒരിക്കലും
ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ഇന്ന് രാത്രികാലം ദൈവപൈതല് നമ്മുടെ അപ്പൻ ഒരിക്കലും തെറ്റുപറ്റുകയില്ല. ഹല്ലേലൂയ. നമുക്കുള്ള അനുഗ്രഹം വേറെ ആർക്കും കൊടുക്കുകയില്ല. ഹല്ലേലൂയ. അത് നമുക്ക് തന്നെ തന്ന. ഹല്ലേലൂയ. മാനിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്, ആരാധിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ബോബി സിസ്റ്റർ വിശ്വസിക്കുന്നു. എൻ്റെ അനുഗ്രഹം വേറെ ആർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹം വേറെ ആർക്കും കൊണ്ടുപോകാൻ പറ്റത്തില്ല. സ്തോത്ര. ഹല്ലേലൂയ. അതെനിക്ക് തന്നെ സ്വർഗത്തിൽ ദൈവം കരുതി വെച്ചിട്ടുണ്ട്. തക്ക സമയമാകുമ്പോൾ ഞാൻ ആ അനുഗ്രഹം പ്രാപിക്കുവാൻ പ്രാപ്തയാകുമ്പോൾ, പക്വതയാകുമ്പോൾ, ഹല്ലേലൂയ, ആമേൻ, കർത്താവ് അനുഗ്രഹം എൻ്റെ മേൽ പകർന്നു തരുവാനിടയായി തീരും. എന്ന് ഞാൻ പക്വതയാകുന്നു, എന്ന് ഞാൻ പ്രാപ്തിയാകുന്നു, അന്ന് വരെ എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു അപ്പനാണ്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവപൈതലേ, ആമേൻ, നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. ആമേൻ. ആ അപ്പൻ നിന്റെ അനുഗ്രഹം നിനക്ക് തന്നെ, ഹല്ലേലൂയ, ആമേൻ, നിന്റെ മേൽ തന്നെ പകർന്നു തന്ന മാനിക്കുന്ന ദൈവമാണ്. ജുബന ഹസ്തന പ്രൗഢബലധരബല റീബൽ ഘടകദീപനഗസൽ പ്രൗഢബലബല ഷൈഡബബബ. ഹല്ലേലൂയ. പ്രിയരേ, ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ അത്ര പേർ ആഗ്രഹിക്കുന്നു, അപ്പാ ഒരനുഗ്രഹം എനിക്ക് തരണമേ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്ര. ഈ അപ്പൻ്റെ അടുക്കൽ കളിപ്പിച്ചൊക്കെ അനുഗ്രഹം വാങ്ങിക്കൊണ്ടുപോയ യാക്കോബിനെ ഒന്ന് നോക്കിക്കേ. ഹല്ലേലൂയ. അനുഗ്രഹമൊക്കെ അങ്ങ് പോയി. ലാബാന്റെ വീട്ടിലൊക്കെ പോയി ലാബാന്റെ മക്കളെ ഭാര്യമാരായി എടുത്തു, അവിടെ ജോലി ചെയ്തു. ധാരാളം ദാസന്മാരും ധാരാളം ആടുമാടുകളും ഒക്കെ ദൈവം കൊടുത്തു, ഒത്തിരി അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തു. എന്നിട്ട് താൻ തിരികെ വരുമ്പോൾ യാബോക്കിന്റെ കടവിൽ വെച്ച് ഇതാ യാക്കോബ്, ഹല്ലേലൂയ, മുഴങ്കാൽ മടക്കിയിരിക്കുകയാണ്. യാബോക്കിന്റെ തീരത്ത് യാക്കോബ് മുഴങ്കാൽ മടക്കിയിരിക്കുക. എന്താണ് ദൈവത്തോട് പറയുന്നത്? നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. അന്ന് ഞാൻ എൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് അനുഗ്രഹമൊക്കെ മേടിച്ചു. സ്തോത്ര. അതൊക്കെ ഉള്ള കാര്യമാ. ആമേൻ. ലാബാന്റെ അടുക്കേന്നും, ഹല്ലേലൂയ, എനിക്ക് ലാബാൻ അനുഗ്രഹം തന്നില്ല. 10 പ്രാവശ്യം എൻ്റെ പ്രതിഫലമൊക്കെ തട്ടിയെടുത്ത് മാറ്റി കളഞ്ഞു. പക്ഷേ ആമേൻ, സ്വർഗത്തിലെ ദൈവം ഒരു രാത്രി കൊണ്ട്, ഒരു സ്വപ്നത്തിലൂടെ എനിക്ക് വേണ്ട അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് നൽകി തന്നു. അതൊക്കെ ഒരു വശത്തിരിക്കട്ടെ. അപ്പ പിതാവേ, ആമേൻ, ഹല്ലേലൂയ, അങ്ങയുടെ തിരുസന്നിധി ഞാൻ മുഴങ്കാൽ മടക്കിയിരിക്കുക. അങ്ങനെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ അങ്ങെ വിടുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. സ്തോത്രം. അപ്പന്റെ തിരുസന്നിധി വന്ന് മുഴങ്കാൽ മടക്കിയിരിക്കുക. തനിക്കുള്ളതെല്ലാം യാബോക്ക് കടവിന്റെ അക്കരെ കയറ്റി ആമേ യാക്കോബ് കടത്തി വിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. താൻ തനിയെ യാബോക്ക് കടവിന്റെ തീരത്തിരിക്കുക. രാത്രി മുഴുവൻ ഇരുന്ന് കരയുക, മുഴങ്കാലിൽ ഇരുന്ന് കരയുക. കരഞ്ഞ് ഹല്ലേലൂയ, കാലിന്റെ ഞരമ്പൊക്കെ ഉളുക്കിപ്പോയി. എന്നിട്ട് പോലും താൻ മുഴങ്കാലിൽ നിന്ന് എഴുന്നേറ്റില്ല. അവിടെ ഇരുന്ന് നിലവിളിച്ച് കരയുകയാണ്. കരഞ്ഞ് പ്രാർത്ഥിക്കുക. നേരം വെളുത്തപ്പോൾ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം ആമേ യാക്കോബിനോട് പറയേ, യാക്കോബേ, നീ എന്നെ ഒന്ന് വിടാമോ? ഉഷസായി എനിക്ക് പോകണം. ദൈവത്തിന്റെ ദൂതനെ പിടിച്ചു വച്ചിരിക്കുന്ന ദൈവത്തിന്റെ ഭക്തൻ മുഴങ്കാലിൽ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേ, ഹോശിയ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, യാക്കോബ് കരഞ്ഞ് രാത്രി വെളുക്കോളവും കണ്ണുനീരും കൊണ്ട് ആമേ താൻ എന്ത് ചെയ്തു? ഹല്ലേലൂയ, ദൈവത്തോട്
കർത്താവിനോട് മല്ലു പിടിച്ചു എന്നവിടെ എഴുതി വെച്ചിരിക്കുന്നു. മല്ലു പിടിച്ചു ജയിച്ചു എന്ന. ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് കർത്താവിന്റെ സന്നിധിയിൽ ഇരുന്ന് മല്ലു പിടിക്കുന്നുണ്ട്? വേണമെങ്കിൽ കർത്താവ് അനുഗ്രഹമൊക്കെ തന്നാ മതി, ഞാനിങ്ങനെയൊക്കെ ഇരുന്നോളാം, വേണമെങ്കിൽ തന്നാ ഞാൻ കൊണ്ടുപോകാം. അല്ല, വേണ്ട. സ്തോത്രം. അങ്ങനെ ഒരു മനോഭാവത്തിലാണോ? അതോ കർത്താവിനോട് മല്ലു പിടിച്ചിരിക്കുന്നവരുണ്ടോ? കർത്താവേ, എനിക്ക് അനുഗ്രഹം തന്നേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. അല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. ആമേ, ഞാൻ ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവില ഞാൻ കയറിയിരിക്കുന്നത് വെറുതെയല്ല. എനിക്കൊരനുഗ്രഹം തന്നേ മതിയാകുകയുള്ളൂ. ഒരനുഗ്രഹത്തിന് വേണ്ടി ആമേൻ. ഹല്ലേലൂയ. യാബോക്കിന്റെ കടവില ആമേൻ ഇരിക്കുന്ന യാക്കോബിനെ പോലെ ദൈവസന്നിധി നിലവിളിക്കുന്ന ദൈവവൈതലേ, ആമേൻ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി സർവശക്തന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നു? എനിക്ക് വേണ്ടി എന്റെ ദൈവം ഇറങ്ങി വരും. എനിക്ക് വേണ്ടി ഒരനുഗ്രഹവുമായി യഥാർത്ഥമായ അനുഗ്രഹവുമായി. അപ്പൻ അനുഗ്രഹിച്ച അനുഗ്രഹമല്ല, അമ്മായിയപ്പൻ അനുഗ്രഹിച്ച അനുഗ്രഹമല്ല, അപ്പന്റെ അനുഗ്രഹവും അമ്മായിയപ്പന്റെ അനുഗ്രഹവുമല്ല, അമ്മയുടെ അനുഗ്രഹമല്ല. എനിക്ക് വേണ്ടത് സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹമാണ് വേണ്ടത്. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ സ്വർഗീയ അപ്പന്റെ അനുഗ്രഹം എനിക്ക് തന്നേ മതിയാകുകയുള്ളൂ. എത്ര പേര് ഏറ്റെടുക്കുന്നു? സർവശക്തന്റെ പ്രവൃത്തി ഇന്ന് രാത്രികാലം വെളിപ്പെടുവാനിടയായി തീരും. ദൈവമക്കളെ, ഹല്ലേലൂയ. വാസ്തവമായി അനുഗ്രഹിക്കുന്ന ദൈവം, വാസ്തവമായി മാനിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ആരെല്ലാം അനുഗ്രഹത്തിന് വേണ്ടി ഇരുന്നിട്ടുണ്ടോ? ഹല്ലേലൂയ. അമ്മ, യാക്കോബിന് ഒരു കാര്യം അറിയാം. പണ്ട് ബഥേലിൽ വെച്ച് കേട്ടതാ ദൂത്. സ്തോത്രം. ഹല്ലേലൂയ. വർഷങ്ങളൊക്കെ കടന്നുപോയി. സ്തോത്രം. ഹല്ലേലൂയ. ബഥേലിൽ വെച്ച് ദൂത് കേട്ടിട്ട് ആമേൻ. ഹല്ലേലൂയ. ലാബാന്റെ വീട്ടിൽ പോയി പാർക്കുമായിരുന്നു. സ്തോത്രം. 10 സംവത്സരം ലാബാനെ സേവിക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 20 വർഷം സേവിച്ചു. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ആമേൻ, ആ 20 സംവത്സരം അവിടെ ആയിരുന്നിട്ടും യാക്കോബ് മറന്നില്ല. സ്വർഗത്തിലെ ദൈവം ബഥേലിൽ വെച്ച് അരുളി ചെയ്ത അനുഗ്രഹങ്ങളും വാഗ്ദത്തങ്ങളും മറന്നുപോയില്ല കേട്ടോ. ഉൽപ്പത്തി 28 പറയുന്നുണ്ട്. ഹല്ലേലൂയ. ആ അനുഗ്രഹങ്ങളെല്ലാം പറയുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സർവശക്തനായ ദൈവം നമ്മളോട് അരുളി ചെയ്തത് രാജസിസ്റ്ററെ ഓർക്കുന്നുണ്ടോ? സർവശക്തൻ അരുളി ചെയ്ത ഹല്ലേലൂയ വാഗ്ദത്തങ്ങൾ ഒന്നും മറന്നു പോകല് കേട്ടോ. ഡയറിക്കകത്ത് എഴുതിയിട്ടേക്കണം. മറന്നു പോവുകയാണെങ്കിൽ എഴുതിയിട്ടിട്ട് ഹല്ലേലൂയ അതെടുത്ത് ഹല്ലേലൂയ വായിച്ച് പ്രാർത്ഥിച്ച് ആമേൻ ദൈവസന്നിധിയിലെ കർത്താവിൽ നിന്ന് ആ അനുഗ്രഹം വരുന്നതുവരെയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. യഹോവയെ ഓർപ്പിക്കുന്നവരെ, നിങ്ങൾ മൗനമായിരിക്കരുത്, നിങ്ങൾ സ്വസ്ഥമായിരിക്കരുത്. ഹല്ലേലൂയ. കർത്താവിനെ ഓർപ്പിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. കർത്താവിൽ നിന്ന് അനുഗ്രഹം ആമേൻ നമ്മുടെ മേൽ കടന്നു വരും. വാഗ്ദത്തം ചെയ്തത് ദൈവമാണെങ്കിൽ ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് ആരെയും ഹല്ലേലൂയ പ്രസാദിപ്പിക്കേണ്ട ആവശ്യമില്ല. ആരുടെയും മുഖപ്രസാദം കർത്താവിന് ആവശ്യമില്ല. ഹല്ലേലൂയ. വെറുതെ കർത്താവ് ഒരു ഭംഗി വാക്ക് പറയുകയില്ല. ഇന്ന് രാത്രികാലം ദൈവവൈതലേ, ആമേൻ. ഹല്ലേലൂയ. നമ്മളോട് കർത്താവ് ഒരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രാജസിസ്റ്ററെ, അത് നമ്മുടെ പൊക്കമോ ഗുണമോ ആമേൻ നിറമോ നോക്കിയല്ല ദൈവം പറഞ്ഞത്. ഹല്ലേലൂയ. ദൈവം തന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതാണ്. സ്വർഗീയ പദ്ധതി പ്രകാരം പറഞ്ഞ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം കർത്താവ് നിറവേറ്റുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? കർത്താവ് നിറവേറ്റുമെന്ന്. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവില ആ വാഗ്ദത്തത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. കർത്താവ് എന്നോട് അരുളി ചെയ്ത വാഗ്ദത്തം, കർത്താവ് എന്നോട് പറഞ്ഞ അനുഗ്രഹം അതെന്റെ മേൽ വരട്ടെ, അതെന്റെ ഭവനത്തിൽ വരട്ടെ, എൻ്റെ തലമുറയുടെ മേൽ വരട്ടെ, എൻ്റെ സഹോദരങ്ങളുടെ മേൽ വരട്ടെ, എൻ്റെ പേരൻസിന്റെ മേൽ വരട്ടെ. ഹല്ലേലൂയ. എന്നോട് വാഗ്ദത്തം ചെയ്ത അനുഗ്രഹം എൻ്റെ ജോലി മണ്ഡലത്തിൽ അത് വെളിപ്പെടട്ടെ. ഞാൻ ആയിരിക്കും
പ്രാർത്ഥിക്കുന്ന ദേശത്ത് അത് വെളിപ്പെടട്ടെ, എന്റെ കൂട്ടായ്മയിൽ അത് വെളിപ്പെടട്ടെ. ഹല്ലേലൂയ. എത്ര പേര് ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവപ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുത്താൽ ഹല്ലേലൂയ, സർവശക്തനായ ദൈവത്തിന്റെ വിടുതല ഇന്ന് രാത്രികാലം നമ്മളുടെ നടുവിൽ വെളിപ്പെടുവാനിടയായി തീരും. കർത്താവ് ഹല്ലേലൂയ ഒരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറവുമില്ല ഇപ്പുറവുമില്ല. ഹല്ലേലൂയ. ഉവ്വെന്ന് മാത്രമാണ്. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവിന്റെ വാഗ്ദത്തമൊക്കെ അങ്ങനെയോ ഉവ്വെന്ന് മാത്രം. സ്തോത്ര. ഹല്ലേലൂയ. നമ്മൾ ഏറ്റെടുക്കാതെ പോയാൽ, നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാതിരുന്നാൽ, സ്തോത്ര. ഹല്ലേലൂയ, നമുക്കത് പ്രാപിക്കാൻ പറ്റുകയില്ലെന്ന് മാത്രമേ ഉള്ളൂ. സ്തോത്ര. ഹല്ലേലൂയ. അല്ലാതെ കർത്താവ് മറന്നു പോയിട്ടോ കർത്താവ് അശക്തനായിട്ടോ ഒന്നുമല്ല. സ്തോത്രം. പ്രിയരെ, ഹല്ലേലൂയ, ദൈവം നമ്മളോട് അരുളി ചെയ്ത വാഗ്ദത്തങ്ങൾ, ഹല്ലേലൂയ, ദൈവം അരുളി ചെയ്ത അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രികാലം പ്രാപിക്കുവാനായി കർത്താവിന്റെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. നമ്മളോടുള്ളത്, നമ്മുടെ തലമുറയോടുള്ളത് വാസ്തവമായി കർത്താവ് ഹല്ലേലൂയ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ആമേൻ. ഹല്ലേലൂയ. നമ്മളോടുള്ളത്, നമ്മുടെ തലമുറയോടുള്ളത്, നമ്മുടെ ഭവനത്തോടുള്ളത്, ഹല്ലേലൂയ, വാസ്തവമായി കർത്താവ് പ്രവർത്തിക്കും. അതിനായി ദൈവവരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത് ഇപ്രകാരമാണ്. കാലേബ് അവളോട് ചോദിക്കുക, നിനക്ക് എന്ത് വേണം? എനിക്കൊരു അനുഗ്രഹം വേണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയരെ, ആമേൻ. സ്തോത്രം. കാലേബിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം, വേറൊരു സ്വഭാവമുള്ള മനുഷ്യനാ. സ്തോത്ര. ഹല്ലേലൂയ. കാലേബ് വേറൊരു സ്വഭാവമുള്ള മനുഷ്യനാ. അപ്പം അങ്ങനെ ഒരു ഭക്തന്റെ മകളാവുമ്പോൾ ആ മകൾക്കും എന്ത് കാണും? വേറൊരു സ്വഭാവം കാണും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ അപ്പന്റെ സ്വഭാവമാണ് നമുക്കും കിട്ടുന്നത്, അല്ലേ? സ്തോത്ര. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ വേറൊരു സ്വഭാവമാണെങ്കിൽ അതേ, ആമേൻ, ഹല്ലേലൂയ, ആ ക്യാരക്ടർ നമുക്കും കിട്ടുവാനിടയായി തീരും. സ്തോത്ര. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ഹല്ലേലൂയ, ആമേൻ, നമ്മൾ ആ അപ്പന്റെ, ആമേൻ, സ്വഭാവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കണം. സ്തോത്ര. ഹല്ലേലൂയ. അപ്പൻ എന്താണോ നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത്, ആ കൃപകൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. അപ്പന്റെ ഹിതം എന്താണോ അതിനായി സമർപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. അപ്പന്റെ വചന പ്രകാരം നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ സ്വർഗം മാനിക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ, ഹല്ലേലൂയ, ഈ കാലേബ് ദൈവസന്നിധിയിൽ, ആമേൻ, ദൈവത്തിൽ വിശ്വസിച്ച ഒരു, ആമേൻ, ഹല്ലേലൂയ, മഹൽ വ്യക്തിയാണ്. കാരണം ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നതിൽ 12 പേരെയാണ് മോശ തിരഞ്ഞെടുത്ത കനാൻ ദേശം ഒറ്റുനോക്കുവാനായി അയക്കുന്നത്. നമുക്കത് സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 13-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 33 വരെയുള്ള വാക്യങ്ങളിലുണ്ട് ആ വേദഭാഗമുണ്ട്. മോശ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അവരെ അയച്ച് അവരോട്, നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് എന്ന് മലയിൽ കയറി ദേശം ഏതുവിധമുള്ളത്, അതിൽ കുടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ ചുരുക്കമോ അധികമോ, അങ്ങനെ ആ മോശ അവിടെ പറഞ്ഞിവരെ വിടുകയാണ്. അപ്പൊ ഇവര് കടന്നു പോകുമ്പോൾ, ഈ ജനം കടന്നു പോകുമ്പോൾ 12 പേരെ വിട്ടു എന്ന് പറയുമ്പോൾ സാധാരണക്കാരെ അല്ലല്ലോ മോശ അയക്കുന്നത്, സൈന്യാധിപന്മാരെയാണ് അയച്ചിരിക്കുന്നത്. സൈന്യം ഇവിടെ ഉണ്ട്, പാളയത്തിലുണ്ട് സൈന്യം. അതിൽ സൈന്യാധിപന്മാരെയാണ് മോശ എവിടേക്ക് അയച്ചിരിക്കുന്നത്? കനാൻ ദേശത്തിലേക്ക് അയച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ കടന്നു പോയതിൽ 2 സ്പെഷ്യൽ ആയിട്ട് നമുക്ക് പറയാനുള്ള വ്യക്തികളാണ് യോശുവയും കാലേബും. സ്തോത്ര. ഹല്ലേലൂയ. അതിൽ ബാക്കി 10 പേരെന്ന് പറഞ്ഞാൽ അവർക്കാണെങ്കിൽ ജനത്തെ പേടിപ്പിക്കുന്ന ഒരു സ്വഭാവമായിരുന്നുള്ളത്. അവര് വന്ന് പറഞ്ഞപ്പോൾ ജനത്തിന്റെ എല്ലാ ഹൃദയം ഉരുകി പോകത്തക്ക വണ്ണം പേടിച്ചു പോയി. കാരണം അവര് യോശുവയും കാലേബും അവിടെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ഉള്ളത് മല്ലന്മാരാണ്, അതികായകന്മാരാണ് അവിടെ ഉള്ളത്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടും അവിടെ
അവിടെ 22-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവർ തെക്കേ ദേശത്തു കൂടി ചെന്ന് ഹെബ്രോനിലെത്തി. അവിടെ അനാക്കിന്റെ പുത്രന്മാരായ അഹീമാനും ശേഷായിയും തൽമായിയും ഉണ്ടായിരുന്നു. സ്തോത്ര ഹല്ലേലൂയ. ആ ദേശത്തിലെ അതികായകന്മാരായ മല്ലന്മാരാണ് അവരെ. അനാക്കിന്റെ പുത്രന്മാരായ അഹീമാനും ശേഷായിയും തൽമായിയും. ഇവരാണ് ആ ദേശം അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന ചട്ടമ്പികളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ പറയത്തില്ല ചില ദേശത്തൊക്കെ ചില വലിയ ചട്ടമ്പികളൊക്കെ ഉണ്ടെന്ന്, അതേപോലെ 3 പേരായിരുന്നു. ഇവരാണ് ആ ദേശത്തേക്ക് ആര് എന്നാലും അവരെ ഓടിക്കുന്നതും അവിടെ എല്ലാ കാര്യങ്ങളും നടത്തുന്നതും എല്ലാം ഈ അനാക്കിന്റെ പുത്രന്മാരായിരുന്നു. പക്ഷേ ഹല്ലേലൂയ, അവിടേക്കാണ് മോശ ആമേൻ ഒറ്റ നോക്കുവാനായി തന്റെ സൈന്യത്തെ അയച്ചത്. അവരവിടെ കടന്നു എന്നപ്പോൾ ബാക്കി 10 പേരും കണ്ടിട്ട് ഇവരെ കണ്ടിട്ട് പേടിച്ചു പോയി. അവര് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ അവരുടെ മുൻപിൽ വെറും വെട്ടിക്കിളികളെ പോലെ തോന്നി. 33-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഞങ്ങൾ അവരുടെ മുൻപിൽ വെറും വെട്ടിക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. സ്തോത്രം. എന്ന് പറഞ്ഞാല് ഇവര് ചെല്ലുന്ന ദേശത്തില് ഇവർക്ക് ഒരു കാരണവശാലും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഇവരൊന്നും പ്രാപിക്കുകയില്ല, ഒരു നന്മയും അനുഭവിക്കുകയില്ല, ആ ദേശത്തിലേക്ക് ഇവർക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്നൊക്കെ തോന്നുമാറ് ആ ജനം കടന്നു പോയവര് വന്ന് പറയുവാൻ ഇടയായി തീർന്നു. പക്ഷെ ആ ദേശത്തെ കുറിച്ച് അവര് പറഞ്ഞത്, കർത്താവ് പറഞ്ഞത് സത്യം തന്നെയാണ്. ആ ദേശം എങ്ങനെയുള്ളതാണ്? ആമേൻ. അത് 27-ാം വാക്യത്തിൽ പറയുന്നു, അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. ഹല്ലേലൂയ. ആ ദേശം എങ്ങനെയുള്ള ദേശമാണ്? പാലും തേനും ഒഴുകുന്ന ദേശം തന്നെയാണ്. കർത്താവ് മിസ്രൈമിൽ വെച്ച തന്റെ ജനത്തോട് പറഞ്ഞത് അങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത്. കർത്താവ് ഒരു വാഗ്ദത്തം അവരോട് ചെയ്തു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. എവിടേക്കാ? വാഗ്ദത്ത ദേശത്തിലേക്ക് കൊണ്ടുപോകാം. പാലും തേനും ഒഴുകുന്ന ദേശത്തിലേക്ക് കൊണ്ടുപോകാം. അവിടുത്തെ വൃക്ഷഫലങ്ങൾ അതിഭയങ്കരമായിരുന്നു. മാതളവും മുന്തിരിയും എല്ലാമുള്ള നല്ല ദേശമായിരുന്നു. സ്തോത്ര ഹല്ലേലൂയ. ഒരു മുന്തിരിക്കൊല എന്ന് പറയുന്നത് 2 പേർ തണ്ട് വെച്ച് ചുമലിൽ ചുമക്കത്തക്കവണ്ണം ഒരു മുന്തിരിക്കൊല. അത്ര ഭയങ്കരമായിരുന്നു, അത്ര ഭയങ്കര ഫലവത്തായ ഒരു ദേശമായിരുന്നു, മനോഹരമായ ഒരു ദേശമായിരുന്നു. പക്ഷേ ഒരു കാര്യം, ആമേൻ ഹല്ലേലൂയ, അവിടെ എന്തുണ്ട്? അനാഖ്യ മല്ലന്മാരുണ്ട്. അവിടെ മല്ലന്മാരുണ്ട്. വെറുതെ ഓടിച്ചെന്നങ്ങോട്ട് അവകാശമാക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. വാഗ്ദത്തം കർത്താവ് ചെയ്തിട്ടുണ്ട്, കാര്യം ശരിയാണ്. പക്ഷേ ആ പട്ടണം അവകാശമാക്കണമെങ്കിൽ, ആ ദേശം അവകാശമാക്കണമെങ്കിൽ ആമേ യുദ്ധം ചെയ്തേ മതിയാകുകയുള്ളൂ. ഹല്ലേലൂയ. ആമേ യുദ്ധം ചെയ്തേ മതിയാകുകയുള്ളൂ. ഇന്ന് രാത്രികാല ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ കർത്താവിന്റെ പാദപീഠത്തിൽ ആയിരിക്കുന്ന പ്രിയരെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, നമ്മൾ യുദ്ധം ചെയ്തെങ്കിൽ വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ, അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. എത്ര പേര് ഇന്ന് രാത്രികാല യുദ്ധം ചെയ്യുവാൻ ഹല്ലേലൂയ സന്നദ്ധരാണ്, ഒരുക്കമുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, നമുക്കറിയാമല്ലോ, അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ, ഒടുവിൽ കർത്താവിലും ആമേൻ അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. 6:10 മുതൽ, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുവിൻ. പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധവർഗം ധരിച്ചു കൊള്ളണം. ഹല്ലേലൂയ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളുണ്ട്, അധികാരങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ ദുഷ്ടാത്മസേനയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അധിപതികളുണ്ട്. ഹല്ലേലൂയ. ഇതിനോടെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ആമേൻ. പൊരുതി ജയിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രിയരെ, സ്തോത്രം. മറ്റുള്ളവരെ നമ്മൾ ഏൽപ്പിച്ചിട്ട്, സ്തോത്രം, ചിലരുണ്ടല്ലോ പ്രാർത്ഥിക്കാനായിട്ട്
വിളിച്ച് നമ്മളോട് പ്രാർത്ഥനാ വിഷയം പറഞ്ഞിട്ട് അവർ സ്വസ്ഥവും സമാധാനവുമായി പോയി വിശ്രമിക്കും. അവർക്ക് പാടുകയും വേണ്ട, അവർക്ക് പ്രാർത്ഥിക്കുകയും വേണ്ട, അവർക്ക് ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും വേണ്ട, അവർക്ക് കരയുകയും വേണ്ട, ഒന്നും വേണ്ട. കാരണം എന്നാ, മിനി സിസ്റ്ററെ അവരെല്ലാം ഫലമേൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, മിനി സിസ്റ്ററിന് ഞാനൊരു പേരങ്ങ് പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ചിലരുടെ കാര്യമാണ് പറഞ്ഞത്, നിങ്ങളുടെ ആരുടെയും കാര്യമല്ല പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. ചിലരൊക്കെ എങ്ങനെയാണെന്നറിയാമോ? ആമേൻ, വിളിച്ച് ലീഡറെ അങ്ങ് ഏൽപ്പിക്കും. ആമേൻ, ലീഡർ ഉപവസിച്ചോ, ലീഡർ പ്രാർത്ഥിച്ചോ, ലീഡർ കരഞ്ഞോ, ലീഡർ ഫൈറ്റ് ചെയ്തോ, ഇതെല്ലാം ലീഡറിനുള്ളതാണ്. ആമേൻ, ഞങ്ങൾ എന്ത് ചെയ്തോളാം? ഞങ്ങൾ ഇവിടെ വിശ്രമിച്ചോളാം. സ്തോത്രം. ഞങ്ങൾക്ക് ഉപവസിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് കരയാൻ പറ്റില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഇതൊന്നും ഞങ്ങൾക്ക് പറ്റില്ല എന്നാണ് ആമേൻ അവരുടെ നിഗമനം. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങനെയുള്ളവർക്ക് ശാശ്വതമായ ഒരു അനുഗ്രഹം പ്രാപിപ്പാൻ കഴിയുകയില്ല. അങ്ങനെയുള്ളവർക്ക് ശാശ്വതമായ ഒരു വിടുതൽ പ്രാപിക്കാൻ കഴിയുകയില്ല. അല്പസമയം പ്രാർത്ഥിക്കുമ്പോൾ, ഹല്ലേലൂയ, ആമേ, മിനിസിസ്റ്റർ പ്രാർത്ഥിച്ചാൽ അത് അല്പസമയം മാറി നിൽക്കും. ആമേ, നീ എന്ന് ഹല്ലേലൂയ ശത്രുവിന്റെ മേൽ ജയമെടുക്കുന്നോ, അന്നേ നിനക്ക് പൂർണ്ണമായൊരു വിടുതൽ ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ദൈവവൈതലേ, നമ്മൾ സ്വയമേ ഹല്ലേലൂയ ആമേ ശത്രുവിന്റെ മേൽ ജയമെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ഭവനത്തിൽ വന്ന് അവകാശം പറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ വിഷയങ്ങളോട് അവകാശം പറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ തലമുറയോട് അവകാശം പറഞ്ഞു നിൽക്കുന്ന, നമ്മുടെ നന്മയോട് അവകാശം പറഞ്ഞു നിൽക്കുന്ന ശത്രുവിന്റെ മേൽ നാമാണ് ജയമെടുക്കേണ്ടത്. ആമേ, നാമാണ് ആരാധിച്ച് വിടുതലേറ്റെടുക്കേണ്ടത്. ഇന്ന് രാത്രികാല ശക്തമായി ദൈവത്തെ ആരാധിച്ച് ഹല്ലേലൂയ ആമേ വിടുതലേറ്റെടുത്താട്ട്, ആ വിടുതലേറ്റെടുത്താട്ട്. ആമേ, നമ്മുടെ കുടുംബത്തോട് പോരാടി നിൽക്കുന്ന, നമ്മുടെ തലമുറയോട് പോരാടി നിൽക്കുന്ന, ആമേൻ ഹല്ലേലൂയ, നമ്മുടെ നന്മകളോട് പോരാടി നിൽക്കുന്ന, നമ്മുടെ ശരീരത്തോട് പോരാടി നിൽക്കുന്ന ആ അന്ധകാര മണ്ഡലത്തിന്റെ മേൽ റിബല ഹംദല ജുബല ഹസ്തന പ്രൗഢബല ധരബല റീബൽ ഖഡഗ ദീവന ഗസ്സൽ പ്രൗഢബല ധരബല ഷൈഡബല ബല 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 റീബല ബൗഢബല ധരബല ശംദബല ബല 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 റീബൽ ഖഡഗ ദീവന ഗസ്സൽ പ്രൗഢബല ബല 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 ബല. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇത് രാത്രികാലം വിടുതൽ വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ, വിടുതൽ വ്യാപരിക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. ആമേൻ. നീ നന്മ അനുഭവിക്കുകയില്ലെന്ന് ശത്രു വെല്ലുവിളിച്ച് നിൽക്കുകയല്ലേ? ആമേൻ. ഹല്ലേലൂയ. എന്ന സർവശക്തനായ കർത്താവ് പറയുക, ആ നന്മ ഞാൻ നിന്റെ കൈ തരാൻ പോകുക. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഇന്ന് രാത്രികാലം, ഈ 16-ാം ദിവസം രാത്രികാലം എന്റെ കയ്യിൽ കർത്താവ് നന്മ തരാൻ പോകുക. റിബല ബൗഡവ റീബല ഹന്തല ബൗഡവ റീബല ബൗഡവ ജൂബല ബൗഡവ റീബല ഹന്തൽ പ്രൗഢവ റീബൽ ഖഡഗ ദീവന ഗസ്സൽ പ്രൗഢവ ബല 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 ബല. ആ നന്മ കർത്താവ് എന്റെ കരത്തിൽ തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. എത്ര വലിയ ശത്രുക്കൾ എനിക്ക് മുൻപിൽ നിന്ന് വെല്ലുവിളിച്ചാലും ആമേൻ ഹല്ലേലൂയ, കർത്താവ് എന്നോട് വാഗ്ദത്തം ചെയ്തത് കർത്താവിന്റെ കരത്തിൽ തരും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. എന്തെല്ലാം പ്രതികൂലങ്ങൾ നേരിട്ടാലും സ്തോത്രം, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിരുന്നാലും സ്തോത്രം, ആമേൻ ഹല്ലേലൂയ. ആമേൻ. ബിനാൻജി ഹല്ലേലൂയ. സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായിക്കൊള്ളട്ടെ, അനുകൂലമായി ഒന്നുമില്ലെങ്കിലും സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പറയുക, ദൈവത്തിന്റെ ആത്മാവ് വേട്ടേണ്ടതിനെ വേട്ടി. ഹല്ലേലൂയ. നമ്മുടെ സ്തോത്രത്തിലൂടെ, നമ്മുടെ ആരാധനയിലൂടെ, നമ്മുടെ വായിലെ വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവ് വേട്ടേണ്ടതിനെ വെട്ടി, തകർക്കേണ്ടതിനെ തകർത്ത. ആമേൻ. ഇന്ന് രാത്രികാലം നന്മ നിന്റെ കയ്യിൽ തരികയ. ജുബല ബൗഡ ബര 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 ദീപൻ ഖഡഗ ദീപന ഗസ്സൽ പ്രൗഢ ബര 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 ദീപന ബൗഡ ബര 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 ഷൈഡ ബര 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 ബര. കഴിഞ്ഞ 6 വർഷമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക, കർത്താവേ എന്നാണ് ഈ നന്മ ലഭിക്കുന്നത്, എന്നാണ് ഈ നന്മ ലഭിക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. സർവശക്തന്റെ ദാസിക രാത്രികാല ഉപവാസ പ്രാർത്ഥനയുടെ നടുവില ആമേൻ ഹല്ലേലൂയ മിനിസിസ്റ്റർ ഇങ്ങനെ ഒരു ഉപവാസം ആമേൻ നിയോഗം മൂലം ലഭിച്ച ഹല്ലേലൂയ ക്രമീകരിച്ചിരിക്കുന്നത് കർത്താവിന്റെ ദാസിയുടെ വിടുതലിന് വേണ്ടിയാ, ആ നന്മ ലഭിക്കേണ്ടതിന് വേണ്ടിയാ, ആ ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു ഉപവാസം ക്രമീകരിച്ചത് ഇന്ന് രാത്രികാലം ഏറ്റെടുത്ത
ഏറ്റെടുത്താട്ടെ ആ ദൈവപ്രവൃത്തി ഏറ്റെടുത്താട്ട്. ഹല്ലേലൂയ. ആത്മാവിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ വേട്ടേണ്ടതിനെയൊക്കെ വെട്ടി മാറ്റി ആമേൻ ഹല്ലേലൂയ കൂടിപ്പിണഞ്ഞ് കിടക്കുന്നതിന്റെയൊക്കെ ശിഖരങ്ങളെ അറുത്തു മാറ്റി. റീബല ബൗഡബ റീബല കന്തല ബൗഡബ റീബല ബൗഡബ ജൂബല ബൗഡബ റീബല കന്തല ബൗഡബ റീബല ബൗഡബ ജൂബല ബൗഡബ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ. ആമേൻ വേണ്ടാത്ത ബന്ധങ്ങളെയൊക്കെ വിച്ഛേദിച്ച് ആമേൻ ആത്മാവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രികാലം വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. മറുപടി ലഭിക്കുന്ന രാത്രിയാ, മറുപടി ലഭിക്കുന്ന രാത്രിയാ, വിടുതൽ ലഭിക്കുന്ന രാത്രിയാ, ദൈവപ്രവൃത്തിയുടെ രാത്രിയാ, കണ്ണുനീരിന്റെ മറുപടി ഇന്ന് രാത്രികാലം. ജുബല കന്തല ബൗഡബ റീബല കന്തല ബൗഡബ റീബല ബൗഡബ ജുബല ബൗഡബ ആമേൻ. തന്റെ ദാസിയുടെ കരത്തിൽ ദൈവാത്മാവ് നൽകുകയാ. ആമേൻ. ജുബന ഹസ്തജാലകടകറിബൽ ഘടകദിവനഗസൽ പ്രൗഢപരപരപരപരപര. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുകയാണ് ഹല്ലേലൂയ അനുഗ്രഹം നമുക്കുണ്ട്, വാഗ്ദത്തം നമുക്കുണ്ട്, നന്മകൾ കർത്താവ് നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മളത് പ്രാപിക്കണം, നമ്മളത് പ്രാപിക്കണം. സ്തോത്ര ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയാം നമ്മളത് പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ എത്ര പേര് അത് പ്രാപിക്കുവാൻ തയ്യാറാണ്? സ്തോത്രം ഹല്ലേലൂയ. ആമേൻ. ജുബാ ഹംദജാലകടക റിബൽ കടക ദിവനഗസൽ പ്രൗഢപരപരപരപരപരപര റീബല ബൗഡപരപരപര ശംദപര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 . ആമേൻ. ഹല്ലേലൂയ. സറമന്റി സറമ ജെയിംസ് ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എത്ര ആയിരക്കണക്കിന് കിലോമീറ്ററിന് അകലെയാണെങ്കിലും ആമേൻ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രികാലം വെളിപ്പെടും. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ആമേൻ റൂമിനകത്ത് അതിന്റെ മറുപടി വരും. ആമേൻ. പരിശുദ്ധാത്മാവ് പറയുന്നു ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്ന ദൈവദാസിയുടെ മുറിക്കകത്ത് അതിന്റെ മറുപടി വരും. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കണ്ണുനീര് വീഴുന്ന ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനാ ശബ്ദം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ആ റൂമിനകത്ത് ആമേൻ ഹല്ലേലൂയ അതിന്റെ മറുപടി വരാൻ പോകുകയാ. ആമേൻ. ഈ ദിവസങ്ങളിൽ അതിന്റെ മറുപടി പ്രാപിക്കാൻ പോകുകയാണെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. ഹസ്തജാലകടക റിബജാലകടക ദീപജാലകടക റിബൽ ഘടക ദിവനഗസൽ പ്രൗഢബ റിബാർബാർബൽ ഘടക ദിവനഗസൽ പ്രൗഢബ. ആമേൻ ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലെ ദൈവം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യോനായോട് പറഞ്ഞത് നീ നിനവയിലേക്ക് പോക എന്നാണ്. എന്നാൽ യോന എന്ത് ചെയ്തു? തർശീസിലേക്ക് കപ്പൽ കയറിപ്പോയി സ്വർഗത്തിലെ ദൈവയാത്രയെ മുടക്കി. ഹല്ലേലൂയ. കഷ്ടങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ യോന കടന്നുപോയി. സർവശക്തന്റെ അരിക്കൽ താൻ ഒരു നേർച്ച നേർന്നു. ആമേൻ. ഒരു നേർച്ച നേർന്നു. എന്തായിരിക്കും ആ നേർച്ച? ഹല്ലേലൂയ. എന്താണ് സർവശക്തന്റെ അരിക്കൽ യോന നേർന്നത്? ആമേൻ. സർവശക്തനോട് പറഞ്ഞു ഹല്ലേലൂയ ഞാൻ ഹല്ലേലൂയ കർത്താവേ നേർന്നത് നിവർത്തിക്കാം, നേർന്നത് നിവർത്തിക്കാം. ഹല്ലേലൂയ. നേർന്നത് നിവർത്തിക്കുവാനായി യോന ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നത് എവിടെ വെച്ചാണെന്നറിയാമോ? ഹല്ലേലൂയ. കടലാനയുടെ വയറ്റിൽ കിടന്നുകൊണ്ട്, മഹാമത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് യോന ഹല്ലേലൂയ ദൈവസന്നിധിയിൽ ആമേൻ ഹല്ലേലൂയ നേരുകയാ, നേർച്ച നേരുകയാ. സ്തോത്ര ഹല്ലേലൂയ. പ്രിയരേ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് നമ്മൾ എവിടെ പോയാലും സ്വർഗം വിടുകയില്ല കേട്ടോ. ദൈവത്തോട് നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ ദൈവം വിടത്തില്ല. ആമേൻ. ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം വിടത്തില്ല. സ്തോത്രം ഹല്ലേലൂയ. എവിടേക്കെല്ലാം ഓടാൻ ശ്രമിച്ചാലും സ്തോത്രം കർത്താവ് മടക്കിക്കൊണ്ട് വരും. ആമേൻ. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. ഹല്ലേലൂയ. കർത്താവിനൊന്നും അസാധ്യമല്ലല്ലോ. കർത്താവ് മടക്കിക്കൊണ്ടുവരുവ ശക്തനായ ദൈവമാണ്. സ്തോത്രം. ആമേൻ. എവിടെ നിന്നാണോ യാത്ര തുടങ്ങിയത്? യോപ്പ തുറമുഖത്ത് നിന്ന് യാത്ര തുടങ്ങിയെങ്കിൽ അയോപ്പയിലേക്ക് സർവശക്തൻ യോനിയെ തിരികെ കൊണ്ടുവന്നു. പക്ഷേ ഒരു വിരൂപമായിട്ടാണ് വന്നു കയറിയതൊക്കെ. സ്തോത്രം.
അവിടെ വന്നിട്ട് യോന ദൈവസന്നിധി നേർന്നത് അങ്ങ് നിവർത്തിക്കുവാനിടയായി. യോന പറഞ്ഞു, കർത്താവേ ഞാൻ പൊക്കോളാം, നിനവയിലേക്ക് പൊക്കോളാം. സ്തോത്ര ഹല്ലേലൂയ. നിനവയിലേക്ക് പൊക്കോളാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? നേർന്നത് നിവർത്തിക്കുവാനിടയായി. യോന വീണ്ടും യാത്ര തിരിച്ചു. യോന ആമേൻ നിനവയിലേക്ക് പോയി. സ്തോത്രം. അവിടെ ചെന്ന് താൻ സുവിശേഷം ആമേൻ അല്ലെങ്കിൽ ദൈവം തന്നോട് പറഞ്ഞത് താൻ പ്രസംഗിക്കുവാനിടയായി തീർന്നു. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ആമേൻ, ദൈവവൈതലേ നമ്മളോട് പറഞ്ഞത് ആമേൻ നിവർത്തിക്കുവാനായി, നമ്മളോട് പറഞ്ഞത് നിവർത്തിക്കുവാനായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ എവിടെ ഇരുന്നാണോ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടത്, ഏത് അവസ്ഥയിൽ ഇരുന്നാണോ ദൈവത്തിന്റെ അരുളപ്പാട് കേട്ടത്, ആ മുറിയിലേക്ക്, ആ അനുഭവത്തിലേക്ക് സ്വർഗം മറുപടിയുമായി മടങ്ങി വരികയാണ്. കർത്താവ് മടങ്ങി വരുന്നു. ആമേൻ. നമ്മൾ ഇരുന്ന് കേൾക്കുന്ന അരുളപ്പാടൊക്കെ ഇരുന്ന് കേൾക്കുന്ന മുറിയുണ്ടല്ലോ, ഹല്ലേലൂയ, ആ ഭിത്തികൾക്കെല്ലാം ഒരു പ്രത്യേകതയുണ്ട്. ആ കല്ലിനും ആ ചുമരിനും ആ കട്ടളയ്ക്കും ഒക്കെ ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. അരുളപ്പാട് കേട്ട മുറിയ, യഹോവയുടെ അരുളപ്പാട് കേട്ട മുറിയ, യഹോവയുടെ അരുളപ്പാട് കേട്ട മുറിയ. ആമേൻ, ഹല്ലേലൂയ. അവിടെ ഒരു പ്രത്യേകതയുണ്ട് ദൈവവൈതലേ. അവിടെ നിന്റെ കണ്ണുനീര് വീണിടവാ. അവിടെ യഹോവയുടെ അരുളപ്പാട് മുഴങ്ങിയ റൂമാ. അവിടെ ദൈവപ്രവൃത്തിയുടെ മറുപടിയുടെ ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. പ്രത്യക്ഷതകൾ നിനക്ക് ആമേൻ പ്രത്യക്ഷമാകുമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. നീ ഏത് മുറിയിലിരുന്നാണോ കരഞ്ഞത്, നീ എവിടെ ഇരുന്നാണോ പ്രാർത്ഥിച്ചത്, നീ എവിടെ ഇരുന്നാണോ അരുളപ്പാടുകൾ കേട്ടത്, ഹല്ലേലൂയ, ഇന്ന് രാത്രികാല സർവശക്തൻ അവിടേക്ക് മറുപടിയുമായി കടന്നു വരും കേട്ടോ. ഹല്ലേലൂയ. ദൈവപ്രവൃത്തിയുമായി കടന്നു വരും. അസാധ്യമെന്നാണ് പലരും പറയുന്നത് അല്ലെ ജോളി ഐസക്. ഹല്ലേലൂയ. ആമേൻ. പലരും പറയുന്നത് അസാധ്യമായി, ഇനി അത് നടക്കത്തില്ലെന്ന. ആമേൻ. ഹല്ലേലൂയ. അസാധ്യമാന്നാ പറയുന്നത്. ഇനി അത് നടക്കത്തില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ ദൃഷ്ടിയിൽ അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിലെ സാധ്യമാ. ഹല്ലേലൂയ. കർത്താവിന് സകലവും സാധ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന് സകലവും സാധ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ തിരുസന്നിധിയിൽ അസാധ്യമെന്ന് പറയുന്നത് ഒന്നുമില്ല. പ്രിയരേ, ഹല്ലേലൂയ. ആകാശം മാറിപ്പോകും, ഭൂമി മാറിപ്പോകും, എങ്കിലും കർത്താവിന്റെ വായിൽ നിന്ന് വന്ന വചനത്തിന് വള്ളി മാറ്റമില്ല. കർത്താവിന്റെ ദാസിയെ ആമേൻ, ഹല്ലേലൂയ, ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായി, തലമുറയുടെ മേൽ ആ വിടുതൽ വ്യാപരിക്കുവാനായി, ആ വാഗ്ദത്തം നിറവേറ്റുവാനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വേഗത്തിൽ ചില ക്രിയകൾ ചെയ്തെടുക്കുമെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസിയെ ഹല്ലേലൂയ. ആമേൻ. ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ മരിക്കുന്നതിന് മുമ്പ് അതൊന്ന് കാണാൻ പറ്റുമോന്ന്. സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് പറയുക, വേഗത്തിൽ ഹല്ലേലൂയ. ആമേൻ. മറുപടി അയക്കുന്ന ദൈവമാണ്. വേഗത്തിൽ മറുപടി അയക്കും. വേഗത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. റിബല ഹന്തല ജുബല ഹസ്തന പ്രൗഢവ റിബല ഹന്തല ബൗഢവ റിബല ബൗഢവ ജുബല ബൗഢവ റിബല ഹന്തല ബൗഢവ റിബല ബൗഢവ ജുബല ബൗഢവ റിബല ഹന്തല ബൗഢവ റിബല ബൗഢവ ജുബല ബൗഢവ റിബൽ ഘടകതി ബലഗസൽ പ്രൗഢവ. ആമേൻ. വചനത്തിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ചെവിയെ നട്ടവൻ കേൾക്കയില്ലയോ. ഹല്ലേലൂയ. ആരാണ് ചെവിയെ നട്ടത്? സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആ കർത്താവിന് കേൾവിക്കുറവൊന്നുമില്ല കേട്ടോ. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവിന് കേൾവിക്കുറവൊന്നുമില്ല. ഇതുവരെ കുറേ വർഷങ്ങളായ ദൈവമല്ലേ, കേൾവിക്കുറവൊക്കെ വന്നു കാണുമെന്ന്. നമ്മുടെ ദൈവത്തിന് അങ്ങനെ ഒരു കുഴപ്പമില്ല. സ്തോത്രം. സർവശക്തൻ ഒരു കേൾവിക്കുറവുമില്ല. ഇന്ന് രാത്രികാലം പ്രിയ ജോളി ഐസക് ആന്റിയുടെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ആമേ ആ ഡിവൈസിലായിരിക്കുന്ന തന്റെ ദാസിയുടെ പ്രാർത്ഥനയുടെ മറുപടി വേഗത്തിൽ തന്റെ തലമുറ
തലമുറയുടെ മേൽ ബുദ്ധി മണ്ഡലങ്ങളെ നിർമ്മിച്ചത് ആരാണ്? ബുദ്ധി നൽകുന്നത് ആരാണ്? ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സർവശക്തനായ ദൈവമാണ്, സകലത്തിന്മേലും അധികാരമുള്ള കർത്താവാണ്. ആ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. സർവശക്തൻ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ വിടുതൽ, കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി തന്റെ ജനത്തിന്റെ മേൽ വ്യാപരിക്കുക. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. കാലേബ് അക്സയോട് ചോദിച്ചു, നിനക്ക് എന്തോ വേണം മോളെ, പറ. സ്തോത്രം. മോള് പറഞ്ഞു, എനിക്കൊരു അനുഗ്രഹം വേണം. സ്തോത്രം. പക്ഷേ അവള് വീട്ടിൽ വെച്ച് ചിലതൊക്കെ തീരുമാനിച്ചായിരുന്നു ഭർത്താവുമായിട്ട്. എന്താണ് തീരുമാനിച്ചത്? നമുക്ക് അപ്പൻ്റെ വീട്ടിൽ ചെന്നിട്ട് നിലം ചോദിക്കാവുന്ന ഭൗതികമായ കുറേ സമ്പത്തൊക്കെയാണ് അവൾ ആഗ്രഹിച്ചത്. ഭൗതികമായ സമ്പത്താണ് അവൾ ആഗ്രഹിച്ചത്. അവൾ ചോദിച്ച നിലമാണ്. സ്തോത്ര. ഹല്ലേലൂയ. എന്നാൽ സ്തോത്രം, അവള് അപ്പൻ്റെ അരികെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അവളുടെ പ്രാർത്ഥനാ വിഷയം അങ്ങ് മാറി. സ്തോത്രം. കാരണം അപ്പൻ്റെ ആ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആമേൻ അവളുടെ വിഷയം മാറി. അവള് വന്നത് നിലം ചോദിക്കാനാ വന്നത്. രണ്ടുപേരും കൂടെ പറഞ്ഞൊത്തിട്ടുവാ വന്നത്. ഭർത്താവും ഭാര്യ ഉദ്നിയലും അച്ഛയും ആമേൻ അവരൊരുമിച്ച് അതിന്റെ 17-ാം വാക്യത്തിലുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. 17-18 വാക്യത്തിലുണ്ടത്. എന്നാൽ ഹല്ലേലൂയ പ്രിയമുള്ളവരെ, ആമേൻ, ഈ അപ്പനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവിടെ വിഷയം അങ്ങ് മാറി. അപ്പൻ അനുഗ്രഹം തന്നാ മതി, അപ്പൻ്റെ ഒരു അനുഗ്രഹം തന്നാ മതി, ആ കൈ ഒന്ന് എൻ്റെ ശിരസി വെച്ചാ മതി. ഹല്ലേലൂയ. സകലതുമാകും. സ്തോത്രം. ഭൗതികമായ അനുഗ്രഹങ്ങളും ആത്മീയമായ അനുഗ്രഹങ്ങളും എല്ലാം ഉണ്ട് അതിനകത്ത്. സ്തോത്ര. ഹല്ലേലൂയ. അപ്പൻ എന്നെ ഒന്ന് അനുഗ്രഹിച്ചാൽ മതി. സ്തോത്ര. ഹല്ലേലൂയ. ആ കൈ എൻ്റെ ശിരസിന്മേൽ ഒന്ന് വെച്ചാൽ മതി. റീബ ഹന്ത ജാല ഹസ്ത പ്രൗഢ റീബ ഹന്ത ജാല ഹന്ത ബൗഡ ഷൈഡ ജാന റീബ ഘടകദീപനഗസൽ പ്രൗഢമോ. എത്ര പേര് ആഗ്രഹിക്കുന്നു ഇന്ന് രാത്രികാലം എൻ്റെ അപ്പൻ്റെ കൈ എൻ്റെ ശിരസിന്മേൽ ഒന്ന് വെക്കണമേ, എൻ്റെ അപ്പൻ്റെ കൈ എൻ്റെ ശിരസിന്മേൽ ഒന്ന് വെക്കണമേ. എൻ്റെ ഭൗതികമായ സകല വിഷയങ്ങൾക്കും എൻ്റെ ആത്മീകമായ സകല വിഷയങ്ങൾക്കും മറുപടി ലഭിക്കുന്ന രാത്രിയായി അനുഗ്രഹം എൻ്റെ മേലൊന്ന് പകരപ്പെടുവാൻ അപ്പൻ്റെ കൈ കർത്താവിന്റെ തിരുസന്നിധിയിൽ ആമേൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ദൈവവൈതലേ, ആമേൻ ഹല്ലേലൂയ. അപ്പന്റെ കൈ ആമേൻ നിന്റെ ശിരസിന്മേൽ വരികയാ. നീ അത് പ്രാപിച്ചാട്ടെ വിശ്വാസത്താൽ അത് അനുഭവിച്ചാട്ടെ. റീബല ബൗഡബ റീബല ഹന്ദല ബൗഡബ റീബല ബൗഡബ ജുബല ബൗഡബ റീബല ഹന്ദല ബൗഡബ റീബല ജുബല ബൗഡബ അതിനകത്ത് സകല അനുഗ്രഹങ്ങളുമുണ്ട്. നിന്റെ ഭൗതികമായ അനുഗ്രഹങ്ങളോ, നിനക്ക് നിലമാണോ വേണ്ടത്, വീടാണോ വേണ്ടത്, ആമേ ജോലിയാണോ വേണ്ടത്, ആമേ ഹല്ലേലൂയ, നിനക്ക് എന്ത് നന്മയാ വേണ്ടത്, ഇന്ന് രാത്രികാല സർവശക്തൻ സകല അനുഗ്രഹങ്ങളും നിന്റെ ശിരസിന്മേൽ പകർന്നു തരികയാ. ഈ ലളിത സുരേന്ദ്രൻ എന്ന് പറഞ്ഞ ഹല്ലേലൂയ ദിവസലായിരിക്കുന്ന പ്രിയ ഹല്ലേലൂയ ദേവദാസിയോട് ദൈവാത്മാവ് ഇന്ന് രാത്രികാലം പറയുക. ഹല്ലേലൂയ. ആമേൻ. നാളുകളായി ഹല്ലേലൂയ അടിച്ചമർത്തപ്പെട്ടവളെ പോലെ ആമേൻ ഹല്ലേലൂയ നീ ആയിരിക്കുന്ന അനുഭവത്തിൽ ദുഃഖത്തിന്റെ മേൽ ദുഃഖമായി ഹല്ലേലൂയ നീ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് അപ്പന്റെ കൈ നിന്റെ ശിരസിന്മേൽ ഇന്ന് രാത്രികാലം വന്നത്. ആമേൻ. നീ എഴുന്നേൽക്കാൻ പോകിയ ഒരു സിംഹിയെ പോലെ നീ എഴുന്നേൽക്കാൻ പോകിയ ഈ ദിവസങ്ങളിൽ ഒരു വലിയ നന്മ, ഒരു വലിയ അനുഗ്രഹം നിന്റെ ശിരസിന്മേൽ പകർന്നു തന്ന സ്വർഗം നിന്നെ മാനിക്കുന്ന രാത്രിയാണെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മ ഓർപ്പിക്കുകയാണ്.
പ്രവൃത്തി ഇന്ന് രാത്രികാലം വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താട്ട് സ്തോത്ര. ഹല്ലേലൂയ. പ്രിയരേ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ സന്നിധിയിൽ നമ്മൾ വരുന്നത് ഭൗതികമായ ചില വിഷയങ്ങളും പറഞ്ഞും കണ്ട. ആമേൻ. സ്തോത്രം. എനിക്ക് ലോൺ വേണം കർത്താവേ, കടം തീർക്കണം കർത്താവേ, വീട് പണിയണം കർത്താവേ, വണ്ടി വേണം കർത്താവേ, ആമേൻ, എൻ്റെ കുഞ്ഞിന് വിസ വേണം കർത്താവേ, ഹല്ലേലൂയ, എൻ്റെ ഭർത്താവിന് പ്രമോഷൻ വേണം കർത്താവേ, ആമേൻ. ഇങ്ങനെ പല പല ഭൗതിക വിഷയങ്ങൾ കൊണ്ടാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുന്നത്. പക്ഷേ സർവശക്തനായ ദൈവം അതൊന്നുമല്ല നോക്കുന്നത്. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ ശിരസിൽ വന്നാൽ ഇതെല്ലാം ഓക്കെയാ. സ്തോത്ര. ഹല്ലേലൂയ. ഇതെല്ലാം ഓക്കെയാ. സ്തോത്ര. ഹല്ലേലൂയ. പിന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടൊന്നും ചോദിക്കണ്ട അപ്പൻ്റെ ഒരിക്കലേ. ഹല്ലേലൂയ. അപ്പം അത് വേണം ഇത് വേണമെന്നൊന്നും പറയണ്ട. ആ അനുഗ്രഹം ഇങ്ങ് വന്നാൽ മതി. അപ്പൻ്റെ അനുഗ്രഹം വന്നാൽ മതി. ആമേൻ. ഹല്ലേലൂയ. ബിജി വിനോദ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസി, ഹല്ലേലൂയ. അപ്പൻ്റെ അനുഗ്രഹം, ആമേൻ, ഹല്ലേലൂയ, ചില വർഷങ്ങൾക്ക് മുൻപ് ശിരസിന്മേൽ വന്നതാ. സ്തോത്രം. അന്ന് മുതൽ, ഹല്ലേലൂയ, കർത്താവ് നിന്റെ സ്ഥിതി മാറ്റി. ഹല്ലേലൂയ. ആമേൻ. നീ ഒത്തിരി കഷ്ടം അനുഭവിച്ചവളാ, ഒത്തിരി നിന്ന സഹിച്ചവളാ. ഹല്ലേലൂയ. നീ ഒത്തിരി കരഞ്ഞവളാ, ഒറ്റപ്പെട്ടവളാ. ഹല്ലേലൂയ. എന്നാൽ സർവശക്തൻ നിന്റെ നിന്ന മാറ്റി നിന്നെ മാനിച്ച ദൈവം. റീബൽ കടകദിവനകസൽ പ്രൗഢമ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, നിന്റെ നന്മയുടെ ഉറവിടങ്ങള് കർത്താവ് തുറന്ന് തന്നുവെങ്കിൽ, ഹല്ലേലൂയ, അത് ഒഴുകത്തക്കവണ്ണം അനേകരിലേക്ക് ഒഴുകത്തക്കവണ്ണം സർവശക്തന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്ന കർത്താവിന്റെ ദാസിയെ. ഹല്ലേലൂയ. നീ ഒരിടത്ത് ഒതുങ്ങിയിരിക്കേണ്ടവളല്ല. ആമേ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ആമേ, നീ, ഹല്ലേലൂയ, അനേക സ്ഥലങ്ങളിലേക്ക് സഞ്ചരിച്ച് ഹല്ലേലൂയ, ആത്മാവിന്റെ സാക്ഷ്യത്തിനായി പ്രവർത്തിക്കായി സ്വർഗം നിന്നെ ഉപയോഗിക്കുമെന്ന് ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് സ്പഷ്ടമായി ഓർപ്പിക്കുകയാണ്. ഇന്ന് രാത്രികാലം ആത്മാവിന്റെ പ്രവൃത്തിക്കായി ഏൽപ്പിച്ചു കൊടുത്താട്ട് സർവശക്തന്റെ പ്രവൃത്തി തന്റെ ദാസിയുടെ മേലും, ആമേ, തന്റെ പ്രാർത്ഥന വിഷയത്തിന്റെ മേലും, തന്റെ കുടുംബത്തിന്റെ മേലും വെളിപ്പെട്ട് അതെ, തന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ കർത്താവ് മാനിക്കാൻ പോവുക. സ്തോത്ര. ഹല്ലേലൂയ. നിന്ദിച്ചവരുടെ മധ്യത്തിൽ കർത്താവ് മാനിക്കാൻ പോവുക. മുക്കത്ത് വിരൽ വെച്ച്, ഹല്ലേലൂയ, ആമേ, ചിലരൊക്കെ ചോദിക്കത്തക്ക വിധത്തിലാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തി അത്ര ശക്തമേറിയതെന്ന ഇന്ന് രാത്രികാലം കർത്താവിന്റെ ദാസിയോട് ദൈവാത്മാവ് ദൂത് പറയുക. വർഷങ്ങൾ നീങ്ങാതെ കടന്ന ചില, ആമേ, പ്രവർത്തികള്, ഹല്ലേലൂയ, ചില പണികള് പരിശുദ്ധാത്മാവ് ദ്രുതഗതിയിൽ തീർത്ത, ആമേ, വേഗത്തിൽ മറുപടി നൽകി മാനിക്കുന്ന ദൈവമെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവ് ഓർപ്പിക്കുന്ന കർത്താവിന്റെ ദാസിയെ. ആ ദൈവപ്രവൃത്തിക്കായി ദൈവസന്നിധിയെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. ആ ദൈവപ്രവൃത്തിക്കായി ദൈവസന്നിധിയെ സമർപ്പിച്ചാട്ടെ. ഹല്ലേലൂയ. മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങള് നിനക്ക് ഫലിക്കുകയില്ല. ഹല്ലേലൂയ. മന്ത്രവാദങ്ങൾ, ആഭിചാരങ്ങളുടെ കർത്താവിന്റെ ദാസിയെ നിനക്ക് ഫലിക്കുകയില്ല. മന്ത്രവാദത്താലും ആഭിചാരത്താലും നിന്നെ തകർത്ത് കളയാമെന്ന്, നിന്നെ തോൽപ്പിച്ച് കളയാമെന്ന് ശത്രുവായിരിക്കുന്നവൻ, ഹല്ലേലൂയ, ആമേ, ചിന്തിക്കുന്ന മണ്ഡലങ്ങളില് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, കർത്താവിന്റെ ദാസിയെ, ആമേൻ, ഹല്ലേലൂയ, അതൊന്നും നിനക്ക് ഫലിക്കുകയില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തോട് അടുക്കുകയില്ല. എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. റിബല ഹന്തല ജുബല ഹന്തല മൗഡവ റീബല മൗഡവ ജൂബല മൗഡവ റീബൽ ഘടകദിവനഗസൽ പ്രൗഢവരവരവര. ഇന്ന് രാത്രികാലം വെട്ടേണ്ടതിനെ ആത്മാവിൽ വെട്ടിയാട്ടെ. ആമേ, പരിശുദ്ധ ആത്മാവിൽ വെട്ടിയാട്ടെ. തകർക്കേണ്ടതിനെ തകർക്ക. ആത്മാവിൽ ആരാധിച്ചു മുന്നേറട്ടെ. റിബാർ ബാർ 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 റിബൽ ഘടകദിവന
രാത്രികാലം ആത്മാവിന്റെ വിടുതൽ വ്യാപരിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വിടുതൽ വ്യാപരിക്കുകയാണ്. ദൈവകൃപ വ്യാപരിക്കുകയാണ്. ഏതെല്ലാം മണ്ഡലങ്ങളിൽ ദൈവാത്മാവ് ഇറങ്ങി പ്രവർത്തിക്കണമോ ആ മണ്ഡലങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം ഇറങ്ങി പ്രവർത്തിക്കും. ദൈവവൈതലേ ഹല്ലേലൂയ. ആമേൻ. അദൃശ്യമായ മണ്ഡലങ്ങളിൽ ആത്മാവിന്റെ പ്രവൃത്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുക. ആമേൻ. ദൂരത്തും ചാരത്തും പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്ര. ഹല്ലേലൂയ. അങ്ങനെ അവൾ ഒരു അനുഗ്രഹം ചോദിച്ചു. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ നമ്മളവിടെ വായിക്കുന്നു, നീരുറവകളെയും കൂടെ എനിക്ക് തരേണം. സ്തോത്ര. ഹല്ലേലൂയ. നീരുറവ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് പറയുകയാണ്, ആമേൻ, ദാഹിക്കുന്നവനൊക്കെ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിന്റെ ഉറവ നദി, ഹല്ലേലൂയ, അത് പൊങ്ങി വരും. സ്തോത്രം. അതെന്താണ്? പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. അപ്പം ആമേൻ, അവൾ അപ്പനോട് അനുഗ്രഹം ചോദിച്ചപ്പോൾ അപ്പനോട് അവൾ പറഞ്ഞു, അപ്പാ എനിക്ക് ആത്മാവിനെ കൂടെ തരണേ, കൃപയും കൂടെ തരണേ, പരിശുദ്ധാത്മാവിന്റെ അമിത ബലം എന്നിൽ പകരണമേ, ആത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, കൃപയാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, ആത്മാവിന്റെ അമിത ബലം എന്നിൽ ഒന്ന് പകരണമേ. ഹല്ലേലൂയ. റിബലഹന്തല ജുബലഹസ്തന പ്രൗഢവ റീബലഹന്തല ജുബല ബൗഢവ റീബലഹന്തല ബൗഢവ റീബല ബൗഢവ റീബൽ ഘടകദിവനഗസൽ പ്രൗഢവരവരവരവരവര. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം എത്ര പേര് പരിശുദ്ധാത്മാവിനായി ദാഹിക്കുന്നു, ആത്മാവിനായി ദാഹിക്കുന്നു. ആമേ. നിങ്ങളുടെ വായെ തുറന്നാട്ടെ, വിസ്താരത്തിൽ തുറന്നാട്ടെ. നിന്റെ വായെ വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിനെ നിറയ്ക്കുമെന്ന്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറഞ്ഞുവെങ്കിൽ ഹല്ലേലൂയ, ആത്മാവിനാല് പരിശുദ്ധാത്മാവിനാല് നിറയ്ക്കുന്ന, ആത്മാവിനാല് നിറയ്ക്കുന്ന ആമേൻ, ആത്മാവിന്റെ അഭിഷേകത്താലെ നിറയ്ക്കുന്ന, ആമേൻ, ആ നീരുറവ പ്രാപിക്കാനായി ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ തിരുസന്നിധിയിൽ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ദൈവമാ. ആരാഗ്രഹിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ആഗ്രഹിക്കുന്നവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവ. സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഈ ഷേർലി ജോസഫ് എന്ന് പറയുന്ന ദിവസത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ഹല്ലേലൂയ, നാളുകളായി ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. കർത്താവേ, എനിക്ക് ഹല്ലേലൂയ അവിടുത്തെ ആത്മാവിന്റെ ആ അഭിഷേകം, ആ ശക്തി, ആ കൃപയൊന്ന് പകർന്ന് തരണമേന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ വലതുകരം ഒന്ന് ഉയർത്തിയാട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഹല്ലേലൂയ, തന്റെ ദാസിയുടെ മേൽ ഈ രാത്രികാല ഹല്ലേലൂയ ആത്മാവിനാല് പരിശുദ്ധാത്മാവിനാല് കർത്താവ് നിറയ്ക്കുകയാണ്. ആമേൻ. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ആത്യന്തപരമായി നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിന്റെ അമിത ബലം, അമിത ശക്തിയാൽ ഇന്ന് രാത്രികാലം തന്നെ ദാസിയെ കർത്താവ് നിറയ്ക്കുകയാണ്, ആത്മാവിനാല് നിറയ്ക്കുകയാണ്. ആമേൻ. നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവകൃപ, ആമേൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമാണ്, അഭിഷേകത്തിന്റെ ശക്തിയാണ്. ആമേൻ. നിന്റെ കൂടാരത്തെ പൊളിച്ചുകൊണ്ട്, നിന്റെ മൺകൂടാരത്തെ പൊളിച്ചുകൊണ്ട് അകത്തുള്ള മനുഷ്യൻ വെളിയിൽ വരണം, അത് പരിശുദ്ധാത്മാവാണ്. ഹല്ലേലൂയ. നിന്റെ അകമേ ഉള്ളവൻ വെളിയിൽ വരണം, അത് പരിശുദ്ധാത്മാവാണ്. ജുബല ഹന്തല ബൗഡബ റിബല ഹന്തൽ പ്രൗഢബലദരബല ഷൈഡബരബരബരബര റീവ ഘടകദിവനഗസൽ പ്രൗഢബരബരബരബര ഷൈഡബരബരബരബര
ഈ രാത്രികാലം ആ ദൈവകൃപ പ്രാപിക്കേണ്ടതിന് ദൈവസന്നിധിയിൽ ഒന്ന് സമർപ്പിച്ച് ഹല്ലേലൂയ സ്തുതിച്ചാട്ടെ. കർത്താവിനെ ആരാധിച്ചു തുടങ്ങിയാട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തി തുടങ്ങിയാട്ടെ. ആമേൻ. ഹല്ലേലൂയ ആരാധിച്ചു തുടങ്ങിയാട്ടെ. വായ് വിസ്താരത്തിൽ തുറന്നാട്ടെ. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കാം, ഞാൻ അതിനെ നിറയ്ക്കാമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ പ്രിയ ദൈവവേദലേ, കർത്താവിന്റെ സന്നിധിയിൽ ഒന്നിനും കുറവില്ല കേട്ടോ. ഹല്ലേലൂയ. രാത്രികാലം ഒന്നിനും കുറവില്ല. ആമേ സ്തോത്രം. കർത്താവിന്റെ ആത്മാവ് ഹല്ലേലൂയ നീരുറവയെ തന്ന് നിറയ്ക്കുന്ന ദൈവം. സ്തോത്ര ഹല്ലേലൂയ. നീരുറവകളെ തന്ന് നിറയ്ക്കുന്ന ദൈവം. നദികളെ നിന്റെ ഉള്ളിൽ നിന്ന്, തിരുവെഴുത്ത് പറയുന്നത് പോലെ നിന്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തേക്ക് വരും. നിന്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് സംസാരിക്കുന്നത്. നിന്റെ ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ നിന്റെ വായ് സംസാരിക്കുന്നത്. നിന്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന ആത്മാവിന്റെ നദി, തിരുവെഴുത്ത് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ നദി. ആമേൻ. ഹല്ലേലൂയ. പണ്ടത് ഏദനിലായിരുന്നു. ആമേൻ. ഇപ്പോൾ ആ നദി നിന്റെ ഉള്ളിലാണ്. വിശ്വസിക്കുന്ന നിന്റെ ഉള്ളിലാണ്. പരിശുദ്ധാത്മാവ് നിന്റെ ഉള്ളിലാണ്. നിന്റെ ഉദരത്തിനകത്ത് നിറച്ചു വെച്ചിരിക്കുക. ആത്മാവിനാലെ നിന്നെ നിറച്ചു വെച്ചിരിക്കുക. ആ നദി നിന്റെ ഉള്ളിലുണ്ട്. അത് പൊങ്ങി വരണം ദൈവവൈതലേ. ഹല്ലേലൂയ. റിബല ബൗഡ ബല 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 ശംഡ ബര 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 റീബൽ കടകദീവനഗസൽ പ്രൗഢ ബലധര ബല ശൈഡ ബര 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 ബര. ആത്മാവിന്റെ ആ നദിക്കായി ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് അത്ഭുതം പ്രവർത്തിക്കും. ദൈവത്തിന്റെ ആത്മാവ് അതിശയം പ്രവർത്തിക്കും. ദൈവത്തിന്റെ ആത്മാവിന് അസാധ്യമായതൊന്നുമില്ല. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരുടെ മേൽ ആത്മാവിന്റെ നദി ഒഴുകി എത്തുന്നുണ്ട്. ഹല്ലേലൂയ. അത് തിരുവെഴുത്ത് പറയുന്നത് ഉള്ളിൽ നിന്നാണ് പുറപ്പെട്ടു വരുന്നത്. ഉള്ളിൽ നിന്ന് പുറപ്പെട്ടു വരികയാണ്. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ നദി ഉള്ളെടുത്തൊക്കെ ഹല്ലേലൂയ വലിയ അത്ഭുത പ്രവൃത്തികൾ നടക്കും. സ്തോത്ര ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, നദി നീരുറവയൊക്കെ എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും. നീരുറവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഒഴുകി വരുന്ന വെള്ളം എപ്പോഴും പുതിയതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതെപ്പോഴും എന്താണ്? പുതിയ വെള്ളമായിരിക്കും, പുതിയതായിരിക്കും, പഴയതല്ല. പഴയതെന്ന് പറഞ്ഞാൽ കെട്ടിക്കിടക്കുന്നതാണ് പഴയത്. നീരുറവ ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല? കെട്ടിക്കിടക്കുന്നില്ല, അത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതെന്താണ്? അതെപ്പോഴും പുതിയതാണ്. പുതിയ കൃപ, പുതിയ ശക്തി, പുതിയ ബലം. റിബല ബൗഡബ ജുബല ബൗഡബ റീബൽ ഘടകനിവനഗസൽ പ്രൗഢബ. പുതിയ മധുരം, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത മധുരം. പുതിയത്. ഹോവ നല്ലവനെന്ന് രുചിച്ചറിവിൻ. അമേൻ. സ്തോത്രം. പുതിയതാ കേട്ടോ. നല്ല മാധുര്യമേറിയതാ. സ്തോത്രം. ഹല്ലേലൂയ. അമേൻ. 19 സംഗീതക്കാരൻ പറഞ്ഞു, തേനിലും തേൻകട്ടയിലും മധുരമുള്ളതാ. എന്റെ അണ്ണാക്കിനെത്ര മധുരമാണെന്നറിയാമോ? ജുബല ബൗഡബ റീബല ഹന്തല ബൗഡബ റീബല ബൗഡബ ജൂബല ബൗഡബ റീബല അസ്തന റീബല ഹന്തല ബൗഡബ റീബല ബൗഡബ ജൂബല ബൗഡബ റീബല. മറ്റൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ പുതിയതായിട്ടുള്ള ഈ ആമേൻ ഹല്ലേലൂയ ഈ ദൈവകൃപ നമ്മിലേക്ക്, ഈ ആത്മാവിൻ്റെ നദി, ഈ നീരുറവ നമ്മിലേക്ക് ഒഴുകി വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ കണ്ണുകൾക്ക് പ്രകാശം. ആമേൻ ഹല്ലേലൂയ. കണ്ണുകൾക്ക് തണുപ്പ്, അസ്ഥികൾക്ക് തണുപ്പ്. ആമേൻ നമ്മുടെ പ്രാണന് തണുപ്പ്. സ്തോത്ര ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ സ്തോത്ര ഹല്ലേലൂയ സകലവിധമാകുന്ന സ്തോത്രം ശത്രു കൊണ്ടുവരുന്ന രോഗബന്ധനങ്ങളെയും ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ്
പരിശുദ്ധാത്മാവ് തകർത്തുകൊണ്ട് പരിശുദ്ധാത്മാവ് അതിനെയെല്ലാം ആമേൻ ഹല്ലേലൂയ ആമേൻ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ നദി ഒഴുകി വരുന്നത്. സ്തോത്ര ഹല്ലേലൂയ ആമേൻ. ഈ നദി ഒഴുകുവാനായി ആരെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്നോ ഹല്ലേലൂയ പ്രിയരെ, നമ്മിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഒരു സെക്കൻഡ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. എൻ്റെ ഫോണിൻ്റെ ചാർജ് തീർന്നു പോയി. സ്തോത്ര ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ പ്രിയരെ, ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിൽ ഹല്ലേലൂയ നമുക്ക് ആമേൻ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്ര ഹല്ലേലൂയ ആത്മാവിൽ ഹല്ലേലൂയ ആമേൻ. നമ്മൾ ഓരോ വിഷയങ്ങളും പറയുന്നത് എങ്ങനെയാണ്? സ്തോത്ര ഹല്ലേലൂയ. നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ പറയുന്നു ആമേൻ ഹല്ലേലൂയ നമ്മൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഹൃദയങ്ങളുടെ ആഗ്രഹങ്ങൾ ഇന്നത് എന്നറിഞ്ഞിട്ട് ഹല്ലേലൂയ ദൈവാത്മാവാണ് സ്തോത്രം ഹല്ലേലൂയ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ദൈവത്തോട് പക്ഷപാതം ചെയ്യുന്നത്. സ്തോത്രം ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മളോട് ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ശരിക്കും പറഞ്ഞാൽ നമുക്കറിയത്തില്ല കേട്ടോ. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ സ്തോത്ര എന്താണ് അന്യഭാഷയിൽ പറഞ്ഞതെന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് ഹല്ലേലൂയ ആമേൻ. ദൈവാത്മാവ് നമ്മളോട് പറയുന്നു സ്തോത്രം ഹല്ലേലൂയ ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നു ആമേൻ. നമ്മുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്ന പരിശുദ്ധാത്മാവ് ആമേൻ ഹൃദയങ്ങളെയും നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും നമ്മുടെ ആവശ്യങ്ങളെയും ശത്രു എന്താണ് ആമേൻ നമുക്കെതിരെ പ്രവർത്തിക്കാൻ പോകുന്നതെന്നും ആത്മാവ് തിരിച്ചറിയുന്നു. ആത്മാവ് തിരിച്ചറിഞ്ഞിട്ട് ആത്മാവ് അത് അന്യഭാഷയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പം കേട്ടിരിക്കുന്ന ഒരാൾ പറയും, ഓ എന്താണോ ഇവർ കുറേ നേരം കൊണ്ട് പറയുന്നു, ഒന്നും പിടികിട്ടുന്നില്ല. പക്ഷേ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ്, ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് എന്താണ് വിഷയങ്ങളെന്ന് അറിയുന്നു. നമ്മുടെ വിഷയം എന്തെന്നറിയുന്നു. പിശാച് എന്താണ് ആമേൻ ഒരുക്കി വെച്ചിരിക്കുന്ന കെണി ആമേൻ അത് പരിശുദ്ധാത്മാവ് മനസ്സിലാക്കിയിട്ട് ആത്മാവ് ആമേൻ ഹൃദയങ്ങളെ അറിയുന്ന ആത്മാവ് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. ആത്മാവിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കാൻ ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ മിനിസിസ്റ്ററൊക്കെ ആണെങ്കിൽ മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരാ. ഹല്ലേലൂയ. ഇങ്ങനെ പിടിച്ചോ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ നമ്മളോട് ആമേൻ നമ്മുടെ വിഷയങ്ങൾ എന്തെന്നറിയുന്നു. സ്തോത്ര ഹല്ലേലൂയ. ഈ അക്സ തന്നെ നീരുറവകളെ ചോദിച്ചു. അവള് നിലം ചോദിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. ഏതാ? നമ്മൾ യോശുവയുടെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യത്തിന്റെ ഏറ്റവും ലാസ്റ്റ് വേർഡാണ് വായിച്ചത്. അവൻ അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവകളെ കൊടുത്തു. എന്നാൽ പ്രിയമുള്ളവരെ, എന്നെ ചിന്തിപ്പിച്ച വേറൊരു ഭാഗമുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം
1-ാം അധ്യായത്തിലേക്കൊന്ന് വന്നേ. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. അവൾ വന്നപ്പോൾ തൻ്റെ അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ അവനെ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്നിറങ്ങിയപ്പോൾ കാലേബ് അവളോട് നിനക്കെന്ത് വേണമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അവൾ എന്താണ് ചോദിക്കാൻ വന്നത്? ഒരു വയൽ. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ആദ്യം നിലവാണ് ചോദിക്കാൻ ഒരുങ്ങിയത്, ഇപ്പോഴെന്താണ്? വയല്. അപ്പം ഞാൻ 2 ഡെഫിനിഷൻ ഇനി കൊടുക്കുക. നിലത്തിന് നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ, വയലെന്ന് പറയുമ്പോൾ കർത്താവിൻ്റെ വേല. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വേല. സ്തോത്രം. അപ്പം നമ്മൾ എപ്പോഴും പറയല്ലേ, വേലക്കാര്, വയല്, നാം വയലിലേക്ക് പോകാം എന്നൊക്കെ പറയാറില്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ വയൽ എന്ന് പറയുന്നത് അവൾക്ക് നിലവും വേണം, അവൾക്ക് വയലും വേണം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവിന് ഒരിക്കലും തെറ്റു പറ്റുകയില്ലല്ലോ. യോശുവയുടെ പുസ്തകത്തിൽ യോശുവയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിൽ നിന്നും മറ്റൊരു രീതിയിലാ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതുമ്പോൾ ഒരിക്കലും പരിശുദ്ധാത്മാവിന് തെറ്റ് പറ്റുകയില്ലല്ലോ. സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവൾ ഒരു വയലിൽ ചോദിച്ചു. പ്രിയരെ, കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിച്ചവർ, കർത്താവിന് വേണ്ടി വേല ചെയ്യുവാനായി സമർപ്പിക്കപ്പെട്ടവരെ, കർത്താവ് തന്റെ വയലിലേക്ക് വിളിക്കപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നിങ്ങളോടും ദൈവാത്മാവിന് സംസാരിക്കുവാനുണ്ട് എന്ന് ഈ രാത്രികാലം പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ വയൽ പ്രദേശത്ത് ശോഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, കർത്താവിന്റെ വയൽ പ്രദേശത്ത് ഹല്ലേലൂയ കഠിനാധ്വാനം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർ, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ അവരോടും പറയുന്നത്, സ്തോത്രം, അപ്പനോട് നീ ചോദിച്ചാൽ മതി. ഹല്ലേലൂയ. അപ്പൻ നിനക്ക് വേണ്ടിയതൊക്കെയും ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ അപ്പൻ നിനക്ക് വേണ്ട വയല. നീ എവിടെ പോകണം, എങ്ങനെ പ്രവർത്തിക്കണം, എപ്രകാരമായിരിക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഞാൻ ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഈ കൃപയിലേക്ക് വന്നത്. ഞാൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ, ഞാൻ പെട്ടെന്ന് തന്നെ സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം എല്ലാം പ്രാപിച്ചിട്ട് ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോയി. 3-ാമത്തെ വർഷം ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോയത്. സ്നാനപ്പെട്ടതിന് 3-ാമത്തെ വർഷം ബൈബിൾ കോളേജിൽ പോയി. അവിടെ ചെന്ന് ഞാനിങ്ങനെ ഈ സുവിശേഷ വേല, അവിടെ ബൈബിൾ കോളേജിൽ എല്ലാവരും പഠിക്കുന്ന ഇതൊക്കെ കണ്ട്, അപ്പോൾ എനിക്കിതൊന്നുമല്ല വിഷയം. ഞാൻ കർത്താവിനോട് ചോദിക്കുന്ന, കർത്താവ് എന്നെ ആര് സഹായിക്കും, ആര് ഹെൽപ്പ് ചെയ്യും? എനിക്ക് സുവിശേഷ വേലയെന്ന് പറയുന്നതൊന്നും എനിക്കറിയില്ല കർത്താവേ. സ്തോത്രം. ഞാൻ എന്ത് വേലയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എവിടെയാണ് പോകുന്നത്, എവിടെയാണ് പോകേണ്ടത്, ആരെന്നെ സഹായിക്കും, ഹെൽപ്പ് ചെയ്യും, ഇങ്ങനെയുള്ള 100 ചോദ്യങ്ങളുണ്ടായിരുന്നു എനിക്ക്. സ്തോത്ര. ഹല്ലേലൂയ. ഈ ചോദ്യങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധി വെച്ച് ഞാൻ കരയുമായിരുന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പാ, അങ്ങാണ് എന്നെ വിളിച്ചത്, അങ്ങാണ് എന്നെ വേർതിരിച്ചത്. സ്തോത്രം. ഞാൻ ജോലിക്ക് പോകേണ്ട സ്ഥാനത്ത് നിന്ന് കർത്താവിനെ വിളിച്ചു വേർതിരിച്ചു. സഭയുടെ മുൻപാകെ എന്നെ ഞായറാഴ്ച സഭായോഗം നടന്നുകൊണ്ടിരിക്കുമ്പോഴേ പാസ്റ്റർ ഒരാൻറ്റി എണീറ്റി എന്ന് പറഞ്ഞു, ഗ്രേസിയെ ഞാൻ സ്വപ്നം കണ്ടു, ഇന്നലെ രാത്രിയില ദൈവാത്മാവ് ശക്തമായി എന്നോട് ഇടപെട്ടു, കർത്താവിൻ്റെ വേലിക്ക് വേണ്ടി അവളെ വിടണം, ഇല്ലെങ്കിൽ ആ കുടുംബം വളരെ കഷ്ടതയിലൂടെ പോകും എന്നൊക്കെ ആൻറ്റി എണീറ്റി എന്ന്
സാക്ഷ്യം പറഞ്ഞു. അത് കഴിഞ്ഞപ്പം ഞാൻ എഴുന്നേറ്റ് സാക്ഷ്യം പറഞ്ഞു. കർത്താവ് കഴിഞ്ഞ ദിവസം എന്നോട് ശക്തമായി ഇടപെട്ടു. ഞാൻ ഒരു വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോൾ അവിടെ ദേവിദാസൻ എന്നോട് ശക്തമായി എൻ്റെ തലയിൽ വന്ന് കൈവച്ച് പറഞ്ഞു, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടതാ, വേല ചെയ്യാനായി വേഗം തന്നെ ഇറങ്ങണമെന്നൊക്കെ ദൈവാത്മാവ് എന്നോട് ഇടപെട്ടു. അങ്ങനെ കുറേ ശക്തമേറിയ ദൂതുകളും കുറേ ആലോചനകളും എല്ലാം എന്നോടുണ്ടായിരുന്നു. ഇതെല്ലാം കേട്ട് ഞാനിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയല്ലോ നമ്മളെന്തുവാ ചെയ്യേണ്ടതെന്നൊന്നും അടുത്ത സ്റ്റെപ്പൊന്നും അറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാ കർത്താവിൻ്റെ ദാസൻ സഭായോഗത്തിൽ ഈ സാക്ഷിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിന് എന്നെ മുന്നിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ഗ്രേസി മുന്നിലേക്ക് വാ, നിനക്ക് സമർപ്പണമുണ്ടോ കർത്താവിൻ്റെ വേല ചെയ്യാനായിട്ട്? അങ്ങനെങ്കിൽ ഞാൻ ഇന്ന് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാന്ന് പറഞ്ഞു. എന്തെല്ലാം ജീവിതത്തിൽ കഷ്ടതയും പട്ടിണിയോ എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും നീ പിന്മാറാതെ ഈ കർത്താവിൻ്റെ വയലിൽ തന്നെ നിൽക്കുമോ? അങ്ങനെയെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. സ്തോത്ര ഹല്ലേലൂയ. ആ പാസ്റ്റർ വിളിക്കുമ്പോൾ ഞാൻ ഏങ്ങളടിച്ച് കരഞ്ഞുകൊണ്ട് മുന്നിൽ ചെന്ന് നിന്നു. സഭയെല്ലാം കരയുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കൊന്നും അറിയത്തില്ല. ഹല്ലേലൂയ. ഞാൻ കരഞ്ഞുകൊണ്ട് ദൈവസന്നിധി മുന്നിൽ ചെന്ന് ഇന്ന് പാസ്റ്റർ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. കർത്താവിൽ പ്രശസ്തിയായ പ്രിയ പർസസിനെ പോലെ, കർത്താവിൽ വളരെ അധ്വാനിച്ചവളായ മറിയെ പോലെയൊക്കെ ഈ സഹോദരിയെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞ് പാസ്റ്റർ എൻ്റെ തലയിൽ കൈവച്ച് എന്നെ പ്രാർത്ഥിച്ചു, അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. അത് മാത്രം എൻ്റെ ഓർമ്മയിലുണ്ട്. കർത്താവിൽ പ്രശസ്തിയായ പർസസിനെ പോലെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന പ്രിയരെ. ഹല്ലേലൂയ. അത് അങ്ങനെ ദൈവസന്നിധി സമർപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് പാസ്റ്ററോട് വന്ന് പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ബൈബിൾ കോളേജിൽ പോകണമെന്ന് പറഞ്ഞു. എനിക്ക് പിന്നെ അതേ ഉള്ളായിരുന്നു എൻ്റെ മുന്നിൽ ഒരു ഓപ്ഷൻ. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലാണ്. വേറെ എനിക്ക് വേലയെന്ന് പറഞ്ഞൊന്നും പെട്ടെന്നൊന്നും ഇറങ്ങാനും ഒന്നും അറിയില്ല, ബൈബിൾ പോലും അറിയില്ല, ഒന്നും അറിയില്ല. സ്തോത്ര ഹല്ലേലൂയ. എന്നാൽ പ്രിയരെ ഹല്ലേലൂയ, അങ്ങനെയാണ് ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോയത്. 2 വർഷം അവിടെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ട സ്തോത്രം വേലയ്ക്ക് വേണ്ടതായ വഴികളെല്ലാം കർത്താവിൻ്റെ ആത്മാവ് ഒരുക്കി തരികയായിരുന്നു. ഹല്ലേലൂയ. എൻ്റെ ഒരു കൂട്ടുകാരി തന്നെ എന്നെ വിളിച്ച് ഞങ്ങൾ അവിടെ ഒരു ടീമായിട്ട് പ്രവർത്തിച്ചു. എൻ്റെ സ്വന്തം സ്ഥലം ചങ്ങനാശ്ശേരി പായിപ്പാട് 4 കോടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ പായിപ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പ്രവർത്തിച്ചു. അതിനുശേഷം പെട്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഒരു ദൂത് പറഞ്ഞു. ഞങ്ങളുടെ ഒരു പാസ്റ്ററിലൂടെ ദൂത് പറഞ്ഞു. ലാൽ മാത്യു പാസ്റ്റർ എന്ന് പറയും. പാസ്റ്ററിലൂടെ ദൂത് പറഞ്ഞു, മോളെ ഞാൻ നിന്നെ രാജാക്കന്മാർക്കും ജാതികൾക്കും മുൻപാകെ എൻ്റെ നാമത്തെ വഹിക്കാൻ തെരഞ്ഞെടുത്ത മാനപാത്രമാ, ഞാൻ നിന്നെ അയക്കുമെന്ന് പറഞ്ഞു. സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവ് എന്നെ ഹല്ലേലൂയ. ഞാൻ ആ ദൂത് കേട്ടിട്ട് ദൈവസന്നിധി താഴ്ത്തി സമർപ്പിച്ചു. പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എന്നെ എറണാകുളത്തേക്ക് അയക്കുമായിരുന്നു. കൊച്ചിയിൽ ലവ് കൊച്ചിൻ 96 എന്നും പറഞ്ഞ് എറണാകുളത്ത് ഒരു സുവിശേഷ വേലയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അയച്ചു. ഹല്ലേലൂയ. അങ്ങനെ എറണാകുളം മൊത്തം, കൊച്ചി മൊത്തം എല്ലാ സ്ഥലങ്ങളിലും കയറി ഇറങ്ങി സുവിശേഷ ട്രാക്റ്റുകൾ കൊടുക്കാൻ, സുവിശേഷം പറയാൻ പരിശുദ്ധാത്മാവ് സഹായിച്ചു. ഒത്തിരി പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ചൂലെടുത്ത് ഞങ്ങളെ ഓടിച്ചവരുണ്ട്. ഞങ്ങളെ അമ്പലത്തിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി ഞങ്ങളുടെ ട്രാക്റ്റ് എല്ലാം തീ കത്തിച്ച് ഞങ്ങളെ കൂകി വിളിച്ച് അങ്ങനെയൊക്കെ ഞങ്ങളെ ഓടിച്ചവരുണ്ട്. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതെല്ലാം കഴിഞ്ഞ് എറണാകുളത്ത് തന്നെ ഫോളോ അപ്പ് വർക്കായിട്ട് 99 വരെ ചെയ്തു. സ്തോത്ര ഹല്ലേലൂയ. അതിനുശേഷം പിന്നെയും ഞാൻ എൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് കടന്നു വന്ന് പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം പ്രാപിക്കാൻ, പ്രവചന ശുശ്രൂഷ പ്രാപിക്കാനായി കടന്നു വന്നു. പ്രാർത്ഥിച്ചു ദൈവസന്നിധിയിൽ. ആമേൻ. ഒരു പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അന്ന് പരിശുദ്ധാത്മാവ് എനിക്ക് പ്രവചനം എന്ന കൃപാവരം നൽകി തന്നു. അതിനുശേഷം പിന്നെയും ദൈവമായ കർത്താവ് ശക്തമായി എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. അനേക സ്ഥലങ്ങളിൽ അയച്ച് കർത്താവിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ദൈവാത്മാവ് എന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഞാൻ എത്ര നാൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കരഞ്ഞോ, എത്ര നാൾ പ്രാർത്ഥിച്ചോ, ആരെന്നെ കൊണ്ടു, എവിടെ പ്രവർത്തിക്കൂ, എങ്ങനെ പ്രവർത്തിക്കൂ, എന്താണെന്നൊക്കെ ചോദിച്ചത് എൻ്റെ ബുദ്ധിക്ക് എത്താത്ത കാര്യമായിരുന്നു. സ്തോത്ര ഹല്ലേലൂയ. എൻ്റെ കൊച്ചു ബുദ്ധിയിൽ അതൊന്നും എനിക്ക് മനസ്സിലാക്കാൻ അന്ന് കഴിഞ്ഞില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി വഴികളെ തുറന്നുകൊണ്ടിരുന്നു. എനിക്ക്
എനിക്ക് വേണ്ടി പുതിയ പുതിയ വഴികളെ ഒരുക്കിക്കൊണ്ടിരുന്നു. ആമേൻ. ഞാൻ ചെല്ലുന്നിടത്തെല്ലാം എനിക്കൊരു ആന്റി കാണും, ഏതേലും നല്ല മാന്യമായ ഒരു ആന്റി കാണും. ഹല്ലേലൂയ. ആ ആന്റിയുടെ കെയർ ഓഫിലെ ആ പ്രദേശത്തുള്ള വേലയ്ക്കെല്ലാം കടന്നു പോകും. അങ്ങനെ ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം ദൈവാത്മാവിനെ ശക്തമായി ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഹല്ലേലൂയ ഈ കൊല്ലത്തിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് വന്നു. ഇവിടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തമായി എന്നെ ഉപയോഗിക്കുവാൻ തുടങ്ങി. അതിനോടനുബന്ധിച്ച് എനിക്ക് വിവാഹത്തിനുള്ള പ്രപ്പോസലും ഇവിടെ നിന്ന് എന്നെ കടന്നു വന്നു. എന്നെ ശുശ്രൂഷയ്ക്ക് വിളിച്ച ദേവദാസനാണ് എനിക്ക് പ്രപ്പോസലുമായി വന്നത്. അങ്ങനെ എൻ്റെ വിവാഹം നടക്കുവാനിടയായിത്തീർന്നു. ദേവദാസൻ പാസ്റ്ററാണ്. ഹല്ലേലൂയ. സഭാ ശുശ്രൂഷയുള്ള പാസ്റ്ററാണ് എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത്. IPC സഭയിൽ സഭാ ശുശ്രൂഷയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഹല്ലേലൂയ. ആ ശുശ്രൂഷയിലാണെങ്കിലും ദൈവാത്മാവ് എന്നെ വിളിച്ച വേല ഇന്നുവരെയും പരിശുദ്ധാത്മാവ് എന്നിൽ കൂടി ചെയ്തെടുക്കുന്നു. സഭാ ശുശ്രൂഷയാണേലും ദൈവാത്മാവ് എന്നെ അയച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. എന്നെ നമ്മുടെ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും കർത്താവ് എന്നെ അയച്ചു. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിലൊക്കെ പലവട്ടം പോകുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. അതിനുശേഷം കർത്താവ് എന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുവാൻ തുടങ്ങി. സ്തോത്രം. ആദ്യം ഞാൻ പോകുന്നത് കുവൈറ്റിലേക്കായിരുന്നു. സ്തോത്ര. ഹല്ലേലൂയ. അതിനുശേഷം നമ്മുടെ മിനിസിസ്റ്ററാണ് മിനിസിസ്റ്ററോട് ഒരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ മിനിസിസ്റ്ററാണ് എന്നെ ദുബൈയിലേക്ക് ആദ്യമായി കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ദുബൈയിലേക്കും കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവിടയാക്കി. അതിനുശേഷം ഹല്ലേലൂയ ഇപ്പോൾ ഏകദേശം 7 പ്രാവശ്യം സ്തോത്ര ഹല്ലേലൂയ വിദേശ യാത്രകൾ ചെയ്ത് കർത്താവിനെ സാക്ഷിപ്പാൻ, കർത്താവിന്റെ വചനം ഘോഷിപ്പാൻ സർവശക്തനായി ദൈവം എനിക്ക് കൃപ ചെയ്തു, സഹായിച്ചു. പ്രിയരെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ആരെന്നെ സഹായിക്കും, എങ്ങനെ ഞാൻ ശുശ്രൂഷിക്കും, എങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകും എന്നൊക്കെ ചോദിച്ച സ്ഥാനത്ത് പരിശുദ്ധാത്മാവ് വഴികളെ തുറന്നു. പരിശുദ്ധാത്മാവ് അയച്ചു. ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിച്ചു. ദൈവാത്മാവ് നടത്തി. ഹല്ലേലൂയ. ആമേൻ. തന്നെ ആമേൻ സ്തോത്രം, ഒരു കടയിൽ പോലും പോയി ഒരു സാധനം മേടിക്കാൻ അറിയാൻ വയ്യാത്ത ഞാൻ ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ പോകുവാൻ സർവശക്തനായ ദൈവം കൃപ ചെയ്തു. ഹല്ലേലൂയ. ദൈവമായ കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി എന്നല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാനില്ല. ആമേൻ. ഇന്ന് രാത്രികാലം ആമേൻ ആരല്ല ഈ വയൽ ചോദിച്ചിട്ടുണ്ടോ? ഈ വയലിൽ ഇറങ്ങാൻ ആരെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ടോ? ഈ വയലിലേക്ക് ആരെല്ലാം സമർപ്പിച്ചിട്ടുണ്ടോ? അവരെല്ലാം മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. അവരെല്ലാം ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ആരെല്ലാം വയൽ പ്രദേശത്ത് കർത്താവിന് വേണ്ടി ആമേ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നു, ആമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രികാല സർവശക്തൻ നിങ്ങളെ അയക്കുവാൻ ശക്തനായ ദൈവമാണ്. രാജ്യങ്ങൾ ആമേൻ ഹല്ലേലൂയ, പട്ടണങ്ങൾ, ദ്വീപുകൾ നിനക്കായി തുറന്നു കിടക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമേ ആമേൻ, നീ കാലെടുത്ത് വെച്ചാൽ സർവശക്തൻ നിന്നെ അയക്കുന്ന ദൈവമാണ്. റിബല ഹംദല ബൗഡബ റിബല ബൗഡബ ചുബല ബൗഡബ. വിദ്യാഭ്യാസമില്ലെന്നോ, ബൈബിൾ അറിയത്തില്ലെന്നോ, ആമേൻ ഹല്ലേലൂയ, സാമ്പത്തികമില്ലെന്നോ, കഴിവില്ലെന്നോ ഒന്നും അപ്പച്ചന്റെ മുൻപിൽ പറയണ്ട. ഹല്ലേലൂയ. ഇതെല്ലാം അറിയാവുന്ന അപ്പനാണ് നിന്നെ വിളിച്ചത്. ഈ അപ്പനാണ് നിനക്ക് വയൽ തരുന്നത്. ഹല്ലേലൂയ. ഈ അപ്പനാണ് നിനക്ക് വയൽ തരുന്നതെങ്കിൽ ഈ അപ്പന് സകലവും കഴിയും, സകലവും കഴിയും. ഹല്ലേലൂയ. ഈ അപ്പന് കഴിയാത്തതൊന്നുമില്ല. സകല ഭാഷകൾക്കും അധീനനായ ദൈവം, സകല രാജ്യങ്ങളുടെ മേലും കർത്തൃത്വം നടത്തുന്ന, സകല ഭൂരാജാക്കന്മാരുടെ മേലും കർത്തൃത്വം നടത്തുന്ന രാജാതി രാജാവായ കർത്താവാണ് നിന്നെ വേലയ്ക്ക് വിളിച്ചതെങ്കിൽ ഇന്ന് രാത്രികാലം നിന്റെ കണ്ണ് നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ആമേൻ. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും
ആരെല്ലാം നിന്നെ പുച്ഛിച്ച് പരിഹസിച്ച് നിനക്കെതിരെ ഹല്ലേലൂയ അപവാദങ്ങൾ പറഞ്ഞാലും സർവശക്തൻ നിന്നെ മാനിക്കുന്ന ദൈവമാ. കർത്താവാണ് നിനക്ക് വയൽ പ്രദേശം ഒരുക്കിയതെങ്കിൽ കർത്താവ് നിന്നെ വയലിലാക്കും ദൈവവൈതലേ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നിന്നെ വയലിലേക്ക് കൊണ്ടുപോകും. ഹല്ലേലൂയ. ഈ വയലിതാ വിശാലമായി കിടക്കുന്നു. സർവശക്തന്റെ വയലിതാ വിശാലമായി കിടക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഈ വയലിൽ ധാരാളം കൊയ്ത്തുകാർ ആവശ്യമുണ്ട്. ഹല്ലേലൂയ. കർത്താവിന്റെ ആത്മാവ് പറയുന്നു. ഹല്ലേലൂയ. കർത്താവും പറഞ്ഞു കൊയ്ത്ത് വളരെയുണ്ട്, വേലക്കാരോ ചുരുക്കം. അതുകൊണ്ട് കൊയ്ത്തിന്റെ യജമാനനോട് കൊയ്ത്തിലേക്ക് വേലക്കാരെ അയക്കേണ്ടതിനായി പ്രാർത്ഥിപ്പിൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കൊയ്ത്തിലേക്ക് എന്നെ ഒന്ന് ഇറക്കണമേ, കൊയ്ത്തിലേക്ക് എന്നെ ഒന്ന് ഇറക്കണമേ. ഹല്ലേലൂയ. കൊയ്ത്തിലേക്ക് എന്നെ ഒന്ന് ഇറക്കണമേ എന്ന് എത്ര പേര് പ്രാർത്ഥിക്കും? സ്തോത്രം. ഹല്ലേലൂയ. എത്ര പേര് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും? ഈ കൊയ്ത്തിലേക്ക് എന്നെ ഒന്ന് ഇറക്കണമേ, ഈ കൊയ്ത്തിലേക്ക് എന്നെ ഒന്ന് ഇറക്കണമേ. റിബലഹന്തല ജുബലഹസ്തന റീബൽ കടകദിമനഗസൽ പ്രൗഢബര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  റീബലബൗഡബര പ്രിയരെ, ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ ശ്രേഷ്ഠതയോ കഴിവോ മിടുക്കോ ഒന്നും കർത്താവിന് വേണ്ട. ഹല്ലേലൂയ. അതെല്ലാം അങ്ങ് നമ്മൾ താത്തു വെച്ചേരെ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കുറെ കഴിവുണ്ടായിരിക്കാം, ശ്രേഷ്ഠതകളൊക്കെ ഉണ്ടായിരിക്കുക, നമുക്ക് കുറെ മിടുക്കൊക്കെ ഉണ്ടായിരിക്കാം. അതൊക്കെ അങ്ങ് താത്ത് വെക്കുക. താത്ത് വെച്ചിട്ട് അപ്പൻ്റെ ഒരിക്കലൊന്ന് പറയാമോ, ഞാനൊന്നുമില്ല, ഞാൻ ഏതുമില്ല, എനിക്കൊരു കഴിവുമില്ല എന്ന് സമ്മതിക്കാമോ? ആമേൻ. ഹല്ലേലൂയ. അപ്പൻ്റെ മുൻപിൽ ഒന്ന് സമ്മതിക്കാമോ? ആമേൻ. ഹല്ലേലൂയ. എനിക്കൊരു കഴിവുമില്ലപ്പാ, എനിക്കൊരു കഴിവുമില്ലപ്പാ എന്നത് സമ്മതിക്കാമോ? ഈ അപ്പൻ വാസ്തവമായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാ. വാസ്തവമായി നമ്മെ അനുഗ്രഹിക്കും, വാസ്തവമായി നമ്മെ അനുഗ്രഹിക്കും. ഈ സർവശക്തനായ ദൈവം വാസ്തവമായി നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സർവശക്തന്റെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഹന്ന പാടുമ്പോഴും മറിയ പാടുമ്പോഴും ഒരുപോലെ പാടുന്ന ഒരു ഭാഗമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എളിയവരെ കുപ്പയിൽ നിന്നുയർത്തി ജനത്തിന്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുന്ന ദൈവം. ഹല്ലേലൂയ. അവൻ സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞു. ആമേൻ. വിശപ്പുള്ളവരെ നന്മകളാൽ തൃപ്തിപ്പെടുത്തി. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് രാത്രികാലം നമ്മൾ വിശപ്പുള്ളവരാണോ? സ്തോത്രം. വിശപ്പുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ നിറയ്ക്കാൻ ശക്തനായ ദൈവമാ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വിശപ്പുണ്ടെങ്കിൽ, നമുക്ക് ആത്മാർത്ഥമായ ദാഹമുണ്ടെങ്കിൽ, നമ്മൾ ദൈവസന്നിധി ദാഹിക്കുന്നുണ്ടെങ്കിൽ വാസ്തവമായി കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. സർവശക്തനായ ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കാണുവാൻ ഇടയാക്കും. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എനിക്ക് പിന്നില, എൻ്റെ ആ പാരമ്പര്യത്തിൽ ആരും എൻ്റെ കോസിലൊന്നുമില്ല. സ്തോത്ര. ഹല്ലേലൂയ. എൻ്റെ ആമേൻ ആരും എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനോ അല്ലെങ്കിൽ ഒന്ന് പൊക്കിക്കൊണ്ട് വരുവാനോ ഒന്നും ആരുമില്ല. സ്തോത്ര. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. എവിടെ പോയാലും ഞാൻ ഒറ്റയ്ക്കാണ്. സ്തോത്ര. ഹല്ലേലൂയ. എന്നാൽ സർവശക്തനായ ദൈവം എന്നെ മാനിക്കേണ്ടടുത്തെല്ലാം മാനിച്ചു, അനുഗ്രഹിക്കേണ്ടടുത്തെല്ലാം അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം എനിക്ക് വേണ്ട വേദികളെല്ലാം ഒരുക്കി തന്ന്. സ്തോത്ര. ഹല്ലേലൂയ. അത്ഭുതകരമായി എന്നെ നടത്തി. സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളായിരിക്കുന്നത് IPC എന്ന് പറയുന്ന സംഘടനയിലാണ്. സ്തോത്രം. അവിടെയും ലേഡീസ് മീറ്റിങ്ങിലൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരങ്ങളിലൊക്കെ സ്വർഗത്തിലെ ദൈവം എന്നെ ഉപയോഗിക്കുവാനിടയായി തീർന്നു. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 7-8 വർഷം സ്റ്റേറ്റ് കൗൺസിൽ മെമ്പറായിട്ട് ഹല്ലേലൂയ
കഴിഞ്ഞ ദീർഘവർഷങ്ങളായിരുന്നു. സ്തോത്ര ഹല്ലേലൂയ. ഇപ്പോൾ ഞങ്ങളുടെ സോണലിൽ ജോയിന്റ് സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. ആമേൻ. ഇതൊക്കെയുമായിരിക്കുന്നത് ദൈവകൃപയൊന്നു മാത്രമാണ്. സ്തോത്ര ഹല്ലേലൂയ. പ്രിയരെ, വയൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നീ കർത്താവിൻ്റെ സന്നിധി വയൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ആരും പിന്നിൽ നിന്ന് നിനക്ക് സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും സർവശക്തൻ നിന്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രികാലം എത്ര പേര് വിശ്വസിക്കുന്നു? ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? അപ്പാ, എനിക്കൊരു വയൽ തരണമേ. ഹല്ലേലൂയ. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുള്ളവര്, സ്തോത്രം, ഒരനുഗ്രഹം ചോദിച്ചവരാ, ഒരു നിലം ചോദിച്ചവരാ, നീരുറവ ചോദിച്ചവര്, ഹല്ലേലൂയ, വയൽ ചോദിച്ചവരാ. ഇവരെ ആരെയും കർത്താവ് വെറുതെ അയച്ചിട്ടില്ല. ഹല്ലേലൂയ. ആരെയും കർത്താവ് വെറുതെ അയച്ചിട്ടില്ല. ആരെയും കർത്താവ് വെറുതെ അയച്ചില്ല. ചോദിച്ചവരെ എല്ലാം നിറച്ച ദൈവമാണ്, അനുഗ്രഹിച്ച ദൈവമാണ്. അനുഗ്രഹം ചോദിച്ചവർക്ക് അനുഗ്രഹം പകർന്ന ദൈവമാണ്. നിലം ചോദിച്ചവർക്ക് നിലം കൊടുത്ത ദൈവമാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേ. സദൃശവാക്യത്തില് ആമേ സാമർത്ഥ്യമുള്ള ഭാര്യ പറയുന്നു, അവൾ ഒരു നിലത്തിന്മേൽ ദൃഷ്ടി വയ്ക്കുന്നു, അതവൾ അവളുടെ കൈനേട്ടം കൊണ്ട് വാങ്ങുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. പരിശുദ്ധാത്മാവ് ശക്തവും വ്യക്തവുമായി പറയുന്നു, മറ്റുള്ളവരുടെ മിടുക്കും കൊണ്ടല്ല, മറ്റുള്ളവരുടെ മിടുക്കും കൊണ്ടല്ല. ആമേൻ. ദൈവകൃപയുള്ള സഹോദരി, ദൈവകൃപയുള്ള പ്രിയപ്പെട്ടവള്, ആമേൻ, അവളുടെ കൈനേട്ടം കൊണ്ട് അവൾ നിലം വാങ്ങുന്നു, അവൾ ദൃഷ്ടി വയ്ക്കുന്നു, അവൾ അതിൻ്റെ മേൽ ദൃഷ്ടി വയ്ക്കുന്നു, അവൾ അത് വാങ്ങുന്നു, അവൾ ഹല്ലേലൂയ അനുഗ്രഹം പങ്കുവയ്ക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, ഹല്ലേലൂയ. ആമേൻ. ദൈവാത്മാവ് നമ്മളോട് പറയുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ ആത്മാവ് ശക്തമായി പറയുന്നു, നിനക്കൊരു നിലമാണോ വേണ്ടത്? ദൈവാത്മാവ് നിലം നിനക്ക് നൽകി തരും. സ്തോത്രം. നിനക്ക് അനുഗ്രഹമാണോ വേണ്ടത്? സ്വർഗീയ അപ്പൻ നിന്റെ തലമേൽ അനുഗ്രഹം പകർന്നു തരും. ആമേൻ. നിനക്ക് വയലാണോ വേണ്ടത്? സ്വർഗീയ അപ്പൻ നിന്നെ വയലിലാക്കും. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് നീരുറവയാണോ വേണ്ടത്? മലയിലും താഴ്വരയിലും നീരുറവ തരും. ഹല്ലേലൂയ. ഉന്നതമായിടത്തും താഴ്ന്നിടത്തും, ഹല്ലേലൂയ, സമ്പന്നരുടെ ഇടയിലും ദാരിദ്ര്യപ്പെട്ടവരുടെ ഇടയിലും എല്ലാം, ഹല്ലേലൂയ, ഒരുപോലെ, ആമേൻ, ഹല്ലേലൂയ, നീരുറവ കൊണ്ട് നിറയ്ക്കുന്ന ദൈവം, അനുഗ്രഹിക്കുന്ന ദൈവം, മാനിക്കുന്ന ദൈവം ഇന്ന് രാത്രികാല ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. റീബ ഹംദ ജാല ഹസ്ത പ്രൗഢ ഷൈഡ ജാന റീബ ഹംദ ജാല റീബ റീബൽ ഘടകദീപന ഗസ്സൽ പ്രൗഢ ബാബാ ബാബാ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, നൽകിയ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ മിനിസിസ്റ്റർ വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും 16ാം രാത്രികാലത്തിലായിരിക്കുന്നു. തൻ്റെ ദാസി കഴിഞ്ഞ ഹല്ലേലൂയ ദീർഘവർഷങ്ങൾ ദൈവസന്നിധിയിൽ കഴിഞ്ഞ 10 വർഷമായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്ര. ഹല്ലേലൂയ. വളരെ വളരെ 21ഉം 40ഉം ഒക്കെ ഇരുന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞിട്ടുണ്ട്. കർത്താവേ, സ്തോത്രം. എന്നാൽ പ്രത്യേക നിയോഗത്താൽ ഈ 21 ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് തൻ്റെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ്, അതിശയം പ്രവർത്തിക്കുന്ന ദൈവമാണ്. തൻ്റെ മുറിക്കകത്ത് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വെച്ചിരിക്കുന്നത്, ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥന കഴിയുമ്പോൾ, പകർന്നു കഴിയുമ്പോൾ അതെടുത്ത, ഹല്ലേലൂയ, ഉപജീവനം ചെയ്തു കൊള്ളുവാൻ, കടം വീട്ടുവാൻ, സകലത്തിനും പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ആത്മാവിന്റെ വലിയൊരു നിയോഗം തന്റെ ദാസിയുടെ മേൽ വെച്ച പരിശുദ്ധാത്മാവ് വലിയവ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവാത്മാവിന്റെ പ്രവൃത്തിക്കായി നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം എവിടെയായിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. തന്റെ ജനത്തോട് കർത്താവിനെ കരുണ തോന്നുന്ന മനസ്സലിയണമേ. തന്റെ ജനത്തോട് കർത്താവിനെ കരുണ തോന്നു മറകണമേ. ഒരു വലിയ ദൈവകൃപ തന്റെ ജനത്തിന്റെ മേൽ പകരുമറകണമേ. ആത്മാവിനാൽ നിറയ്ക്കുമറകണമേ. അഭിഷേകത്താൽ നിറയ്ക്കുമറകണമേ. കർത്താവെ, ചോദിക്കുന്നതിൽ
നിറയ്ക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിറയ്ക്കുവാൻ കഴിയുന്ന പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം പ്രിയപ്പെട്ടവരുടെ മേൽ, പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തിന്മേലും കർത്താവിന്റെ ആത്മാവിന്റെ മറുപടി നൽകുന്നതിനായ സ്തോത്രം, അത്ഭുതം പ്രവർത്തിക്കുന്നതിനായ സ്തോത്രം, തുടർന്നുള്ള ദിവസങ്ങളിലും ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായ സ്തോത്രം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ഇത്രത്തോളം അവസരം ഒരുക്കിയതിന് നന്ദി പറയുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ശ്രവിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രിയ പ്രാർത്ഥന സഹാരികൾക്കും വേഗം വരുന്ന യേശുവിന്റെ നാമത്തിൽ എൻ്റെ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.